അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. കേവലം 5 ആളിൽ ആരംഭിച്ച ഈ ആദർശ പ്രസ്ഥാനം കനൽ പദങ്ങളിലൂടെ നടന്നു പ്രലോഭനങ്ങളുടെയും പ്രകോപനത്തിന്റെയും കൊലപാതകത്തിന്റെയും പലായനത്തിന്റെയും 57ഓളം യുദ്ധങ്ങളിലൂടെ നടന്നു. അറഫയിൽ വെച്ച് ഈ ആദർശത്തിന്റെ പൂർത്തീകരണം അറിയിക്കുന്നു അല്ലാഹു. സത്യവിശ്വാസം എല്ലാവരും സന്തോഷിച്ചു. അവർ ഓർത്തുപോയത് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ കൊല്ലപ്പെട്ട സുമയ്യ റളിയല്ലാഹു അൻഹയിൽ ആരംഭിച്ചു അവരുടെ ഓർമ്മകൾ. ഗുഹ്യസ്ഥാനത്ത് അബൂജഹൽ ഇരുമ്പിന്റെ ദണ്ട് അടിച്ചു കയറ്റി കൊന്ന സുമയ്യ റളിയല്ലാഹു അൻഹ, അവിടെ തുടങ്ങിയതാണ് ഈ ആദർശത്തിന്റെ പ്രയാണം. ബിലാൽ റളിയല്ലാഹു അൻഹു ശരീരത്തിന്റെ പിൻഭാഗത്ത് നട്ടലിന്റെ ഭാഗത്ത് മാംസം ഉണ്ടായിരുന്നില്ല. ഉമറുൽ ഫാറൂഖ് ഒരിക്കൽ റളിയല്ലാഹു അൻഹു സഹാബികൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിനോട് ചോദിച്ചു, നിങ്ങളൊക്കെ ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനങ്ങളൊന്ന് പറയാമോ? അവർ ചോദിച്ചു, എന്തിനാ? എനിക്ക് എന്റെ ഈമാൻ വർദ്ധിക്കാനാണ്. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ഇന്നലകളെ പറ്റി ആലോചിച്ച് ഇസ്ലാമിക വഴിയിൽ സഹിച്ച കൊടിയ ത്യാഗങ്ങളുടെ ചരിത്രം വിശദീകരിച്ചു. അവസാനത്തെ ഊഴം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റേതായിരുന്നു. അദ്ദേഹം പിന്നോട്ട് തിരിഞ്ഞ് കുപ്പായൊന്നിങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുത്ത, ഒന്നും മുണ്ടിയില്ല, സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ നട്ടെല്ലിങ്ങനെ കാണാമായിരുന്നു. ആ ഭാഗത്തുള്ള മാംസം എവിടെ പോയി? ഉമയ്യത്ത് ഖലഫിന്റെ കിങ്കരന്മാർ ഉണ്ടാക്കിയ തീകുണ്ടാരത്തിലൂടെ വലിച്ചടക്കുന്നതിനിടക്ക് ചൂടുകൊണ്ട് പഴുത്ത് മാംസം ഇങ്ങനെ ഉതിർന്നു വീണ് പോയതാ. ഈ കനൽ പദങ്ങളിലൂടെ നടന്ന് അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, എല്ലാവരും സന്തോഷിച്ചു. ഒരു ആദർശം പൂർത്തിയായല്ലോ. എല്ലാവരും സന്തോഷിച്ച ആ സദസ്സിൽ കരഞ്ഞ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എല്ലാവരും അത്ഭുതപ്പെടുത്തു. ആദർശം പൂർത്തിയായി കരയില, മതം പൂർത്തിയാവല്ലേ വേണ്ടത്. അതിന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 1400 കൊല്ലം മുമ്പ് പറഞ്ഞ മറുപടിക്ക് അർത്ഥം വെപ്പിക്കുന്ന അല്ലെങ്കിൽ അത് അന്വർത്ഥമാക്കുന്നവരാണ് ഞാൻ നിങ്ങളും. എന്താ അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? ഫമാദാ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. ഫമാദാ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. ഒരാദർശം, ഒരു സംരംഭം, ഒരു പ്രസ്ഥാനം, ഒരു ഏതൊരു സംഗതിയാവട്ടെ, അതിന്റെ വളർച്ച പൂർത്തിയായാൽ പിന്നെ നശിക്കലല്ലേ എന്നാണ്. വാഴ നട്ടത് ഞാനാണ്, വെള്ളമൊഴിച്ചത് ഞാനാണ്, വെണ്ണൂറ് കൊണ്ടുപോയിട്ടത് ഞാനാണ്, കൊലച്ചതിന് കുത്തുകൊടുത്തത് ഞാനാണ്. എല്ലാ ദിവസവും സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ വാഴക്കൊലയാണ്. ആ വാഴക്കൊലയിൽ ഒരു കായ് പഴുത്തപ്പോ ഉമ്മ പറഞ്ഞു, ആ വാഴ വെട്ടിയാൽ കൊല വെട്ടിയാലട്ടോ അത് കിളികൾ തിന്നു പോകും. ഉമ്മ പറഞ്ഞത് കൊല വെട്ടാനാണ്, പക്ഷെ ഞാൻ വെട്ടത് കൊലയും വാഴനെയാണ്. ഈ വളർച്ച കൈകൊണ്ട് തന്നെ ഈ വാഴയെ വെട്ടാനുള്ള കാരണം എന്താ? അതിന്റെ വളർച്ച പൂർത്തിയായി, ഇതിനെ കൊണ്ട് ഉപകാരമില്ല. എങ്കിലും ഒരു ആദർശം അതിന്റെ വളർച്ച പൂർത്തിയായാൽ അത് പിന്നോട്ടല്ല പിന്നെ പോവാ. അതല്ലേ സത്യം കാര്യം. പിന്നെ ആദർശ രംഗത്ത് നമ്മൾ വളരുകയാണോ തളരുകയാണോ? അതിശക്തമായ തളർച്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു മഹലിൽ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സമയപ്പെടാം രാത്രി എല്ലാവരും വീട്ടിലുണ്ടാവും. ഈ രാത്രി വീട്ടിലുള്ള മനുഷ്യന്മാരാണെങ്കിൽ ഒരു മഹല്ലില്, ഒരു പള്ളിയിൽ ഏറ്റവും കൂടുതൽ നമസ്കരിക്കാൻ ആളുകൾ ഉണ്ടാവേണ്ട വക്തേത സുബഹി. സ്വാഭാവികമായി, ഞാൻ ഈ ഒരു പള്ളി മാത്രം തിരിച്ചല്ല, സ്വാഭാവികമായി കേരളത്തിൽ ഏറ്റവും കുറച്ച് ആൾ നിസ്കരിക്കാവുന്ന വക്തേത സുബഹി. എന്താ കാരണം? സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി കിട്ടും എന്ന് അറിവില്ലാത്തത് കൊണ്ടാണോ? അല്ല. വളരുകയാണോ തളരുകയാണോ? ഓഫറുകൾ ഉണ്ടെങ്കിലോ? എന്റെ വീട്ടിൽ നിന്ന് 33 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട് ടൗണിലേക്ക്. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് ഹൈലൈറ്റ് മാളിലേക്ക്. അതിന്റെ 2ാമത്തെ ഫ്ലോറിലാണ് മാക്സ് എന്ന് പറയുന്ന ചുരിദാറും മെറ്റീരിയൽസ് ഒക്കെ വിൽക്കുന്ന കടയുള്ളത്. അവിടെ ഒരു മാക്സിക്ക് ഓഫർ വന്നാൽ എത്ര ക്ഷണനേരം കൊണ്ടാണ് എന്റെ വീട്ടിൽ വിവരത്തിനെന്നറിയാം. എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെ ആളുകൾ തടിച്ചു കൂടുന്നത്?
എന്നാൽ സുബഹി നമസ്കാരം പള്ളിയിൽ പോയി ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ ഈ ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ച കൂലി ആർക്ക് താല്പര്യമല്ല. വളരെയാണ്. എൻ്റെ ഒക്കെ അനുഭവത്തിൽ 1989-90 ഞാൻ മുജാഹിദാണ്. അന്നൊക്കെ ബിദ്അത്തില്ലാത്ത ഒരു സുബഹി നമസ്കാരം കിട്ടാൻ, ഓപ്പണായി പറഞ്ഞാൽ ഖുനൂത്തില്ലാത്ത ഒരു സുബഹി നമസ്കാരം കിട്ടാൻ 15 കിലോമീറ്റർ ഒക്കെ ബൈക്ക് എടുത്ത് സുബഹി നമസ്കരിക്കാൻ സലഫി പള്ളി തേടിപ്പോയ മുജാഹിദുണ്ട്. ഇന്ന് അവരുടെ ഒക്കെ മഹലിൽ പള്ളി വന്നു, സുബഹിക്ക് പോലില്ല. വളരുകയാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് ആദ്യം പള്ളിയിലെത്തിയാലുള്ള കൂലി എന്താന്ന് നിങ്ങളോടല്ല, നിങ്ങളെ പേരക്കുട്ടികളോട് ചോദിച്ചു നോക്കി. പോലും പറയും ഒരു ഒട്ടകത്തിന് അർത്ഥം അതിന്റെ ഇറച്ചി പാപം കൊടുത്ത കൂലി കിട്ടും. വെള്ളിയാഴ്ച തുണിപ്പായി മാറ്റി കുളിച്ച് പുരുഷനാണെങ്കിൽ സുഗന്ധദ്രവ്യം പൂശി തന്റെ മഹല്ലെ പള്ളിയിലേക്ക് കയറിയാൽ കിട്ടും എന്നാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എല്ലാവർക്കും അറിയാം. ഇതോടെ നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച എപ്പോഴാ പോയെന്ന് ആലോചിച്ച് നോക്കിയത്. വളരാണോ തളരാണോ? ഈ ആദർശ രംഗത്തുള്ള തളർച്ച അത് പരിഹരിക്കപ്പെടണം. റമദാൻ എന്നത് ഒരു വർക്ക്ഷോപ്പാണ്. വാഹനം നന്നാക്കുന്ന സ്ഥലം ഉടനീളം കാണണം. കേട് വന്ന സാധനമൊക്കെ നന്നാക്കാൻ ഇവിടെ കടകളുണ്ട്. മനസ്സ് ഈമാൻ കേട് വന്നാൽ നന്നാക്കാനുള്ള സ്ഥലം സന്ദർഭം റമദാൻ. നിങ്ങളുടെ വസ്ത്രം നുരുമ്പുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ നുരുമ്പുമെന്ന് 14 മുമ്പ് നമ്മുടെ നേതാവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ആരാധിക്കുന്നവരുടെ എണ്ണത്തിലും ആരാധനാലയങ്ങളും വർദ്ധിക്കുമെന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ ആരാധനയുടെ ചൈതന്യം ഇല്ലാതെ പോകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴവന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്ന് 4 ആളെ ഇസ്ലാമിലുള്ളൂ. വെറും 4 ആളെ. ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് അലി റളിയല്ലാഹു അൻഹു 8 വയസ്സായി കിട്ടിയ 4 ആളേ ഉള്ളൂ. പിന്നെ ആരൊക്കെയോ മനസ്സിൽ ആദർശമുണ്ട്. അങ്ങനെ കഴവന്റെ അടുത്ത് ഇങ്ങനെ വിശ്രമിക്കുമ്പോ ഒരു സ്വഹാബി ഓടി വരികയാണ്. എന്നിട്ട് പറഞ്ഞു, ശരീരം മുഴുവൻ തലേന്റെ രാത്രി തൗഹീദ് അംഗീകരിച്ചതിന്റെ പേരിലുള്ള മർദ്ദനത്തിന്റെ കൊടിയ പാടുകളുണ്ട്. ചോദിച്ച ചോദ്യം, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് സഹായം തേടുന്നില്ലേ? നോക്കൂ, ഇനി അടിക്കാനും ഉപദ്രവിക്കാൻ സ്ഥലം ബാക്കിയില്ല. എങ്ങനെയാണ് നേരം വെളുപ്പിച്ചത് എന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഒരു കാളരാത്രിയെ നേരിടാനുള്ള ആരോഗ്യം മനസ്സിനും ശരീരത്തിനുമില്ല. താങ്കൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. ആ അനുയായിയെ ആരോട് ചേർത്ത് പിടിച്ച് നബി തിരുമേനി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത് പൂർവകാല മുസ്ലിങ്ങളുടെ ചരിത്രത്തിലേക്കാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നിങ്ങളെക്കാൾ കൂടുതൽ ഉപദ്രവിക്കപ്പെട്ട സമുദായം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ പകുതിയോളം ഭൂമിയിൽ കുഴിച്ചിട്ട് പുറത്തേക്കുള്ള ഭാഗം മരം ഈരുന്നത് പോലെ ഈർന്ന് 2 കഷ്ടമാക്കിയിട്ടുണ്ട് മുൻഗാമികളെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന് പേര് ഇരുമ്പിന്റെ ചുരുപ്പ് കൊണ്ട് ശരീരത്തിലെ പച്ചയായ മാംസങ്ങൾ ഈർന്നെടുത്ത് അസ്ഥി മാത്രമാക്കി അസ്ഥി പടക്കുന്നത് കണ്ട് സന്തോഷിച്ചിട്ടുണ്ട് ശത്രുക്കൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേര് നിങ്ങൾ ധൃതി കൂട്ടരുത്. സൻആ മുതൽ ഹറമൗത്ത് വരെ ഒരു ചെന്നായി അല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ വിശ്വാസികൾക്ക് ജീവിക്കാവുന്ന ഒരു കാലം ഈ ദുനിയാവിൽ വരും. സന്തോഷ വാർത്ത അറിയിച്ചു. ഇസ്ലാമിന് ഉണ്ടായേക്കാവുന്ന വിജയത്തെ പറ്റി പറഞ്ഞു, ആശ്വസിപ്പിച്ച് പറഞ്ഞു. ഇതേ നാവ് കൊണ്ട് ഇസ്ലാമിന് ഉണ്ടായേക്കാവുന്ന തളർച്ചയെ പറ്റിയും അവിടുന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയായി പ്രവാചകൻ പറഞ്ഞത്, മാ ബഖിയ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഇസ്ലാമിന്റെ പേര് മാത്രം ഇസ്ലാം ഉണ്ടാവും, ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവില്ല. അതിന്റെ ജീവിക്കുന്ന പതിപ്പുകളല്ലേ സഹോദരന്മാരെ നമ്മൾ. മാ ബഖിയ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, പേര് നോക്കിയാൽ മുസ്ലിമാ. അതും തിരിയാത്തോട്ട് എത്തിക്കുമ്പോ 25 കൊല്ലം മുമ്പുള്ള നിങ്ങളെ മദ്രസയിലെ ഹാജർ പട്ടികയും ഇപ്പോഴുള്ള ഹാജർ പട്ടിക ഒന്ന് മറിച്ച് പേരിൽ വന്ന വ്യത്യാസം നോക്കേണ്ടി അത്ഭുതപ്പെട്ടു പോകും. ആണാണോ പെണ്ണാണോ മനുഷ്യനാണോ വേറെന്താണോ തിരിയാത്ത പോലത്തുള്ള പേര് വന്നില്ലേ. ഞാൻ തിരൂരിൽ JMECC പഠിപ്പിച്ചൊരു കാലുണ്ടായി.
അതിപ്പോ വലിയ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിന് തുടക്കത്തിലാണ്. 3 അറബി അധ്യാപകരുണ്ട് അവിടെ. ഞാൻ ജൂനിയറാണ്. ഞാൻ ചാർജ് എടുത്തത് 3 ദിവസമായിട്ടുള്ളൂ. ജൂൺ 3 ഡേറ്റ്. സ്കൂളിലേക്ക് വണ്ടിയിൽ കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു, അധ്യാപകർ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടെ താമസമായതുകൊണ്ട് ഞാനാണ് ആദ്യത്തെ. ഹെഡ് മാഷ് വന്നു, സ്റ്റാഫുകൾ വന്നു. ഒരു കുട്ടി വന്നിട്ട് അറബി അധ്യാപകരെ അവർ വിളിച്ചത് ഉസ്താദ് എന്നാണ്. ഉസ്താദെ അസ്സലാമു അലൈക്കും. അപ്പൊ ഞാൻ പുതിയ ആളാണ്. ഓടി വന്ന് പറഞ്ഞു, പാപ്പ ഒരു കത്ത് തന്നെ നിൽക്കുക. അയാൾ കുട്ടി ഏതാണെന്ന കുട്ടി പാപ്പ ഒന്നും ഞാൻ അറിയാം. സത്യത്തിൽ എനിക്കല്ലത്, നേരത്തെ സീനിയർ ആയിട്ടുള്ള അറബി അധ്യാപകർക്ക് കൊടുക്കേണ്ടതാ. പക്ഷെ ഞാനേ അവിടെ ഉള്ളൂ. ആ കുട്ടി എൻ്റെ അടുത്ത് ഞാനത് വായിച്ചു നോക്കുമ്പോ അതിൽ സലാം പറഞ്ഞു, ഹംദും സലാത്തും ഒക്കെ ചൊല്ലിയിട്ട് മൂപ്പര് പറയാണ്, എന്റെ ഭാര്യ 3ാമതും പ്രസവിച്ചിരിക്കുന്നു. അയാൾ മുന്നോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ അവിടെ കണ്ടിട്ടല്ലേ. എന്താ വിശേഷം? ഒരു നല്ല പേര് കിട്ടണം. അതിന് പ്രശ്നമൊന്നുമില്ല. പേരിഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു 1500 5000 ചില്ലാനും പേര് വാർത്തുള്ള ബുക്ക് എപ്പോഴും എന്റെ വേലുണ്ടാവും. കാരണം പെണ്ണുങ്ങൾ എപ്പോഴാ പ്രസവിക്കാന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇപ്പൊ എന്റെ ഷർട്ടും പറത്തും വായിച്ചപ്പോ എനിക്ക് ബസർക്കലുണ്ട്. കാരണം എന്റെ 5000 പോയിട്ട് 50,000 പേരുണ്ടെങ്കിൽ ഇതിന് വെച്ച് കിട്ടുമോ നിങ്ങൾ മനസ്സിലായി. 1ാമത്തെ കുട്ടിന്റെ പേര് നിഷ, രാത്രി, മൂപ്പര അർത്ഥം പറഞ്ഞു. 2ാമത്തെ കുട്ടി ജിഷി, JISHI, എനിക്കതിനർത്ഥം അറിയില്ല. അയാൾക്ക് അറിയോന്നല്ല, അയാൾ എഴുതിയില്ല. അതിന്റെ അടിയിൽ ഇതിനോട് യോജിക്കുന്ന 2 അക്ഷരമുള്ള അർത്ഥമുള്ള ഒരു പേര് വൈകുന്നേരം എഴുതി കൊടുത്തേക്കണം. ബസർക്കാമിന് വേറെ പോണം. ഞാൻ പിന്നെ പ്രതീക്ഷ വേറെ 2 ആളും ഉണ്ടല്ലോ അറബി അധ്യാപകർ. ഒരു അള്ളാഹിന്റെ അനുഗ്രഹം അന്ന് വന്നതുമില്ല. ഞാൻ സ്റ്റാഫ് റൂം എണീച്ച് ഹംദും സലാത്തും ചൊല്ലി നിവൃത്തില്ല. എന്താ സാർ, ഇപ്പൊ ചെറിയ കാര്യം പറയാം. ഏതോ ഹെഡ്മാസ്റ്റർ സ്റ്റാഫൊക്കെ എന്റെ മുന്താണ്. ഏതോ ഒരു പെണ്ണ് പ്രസവിച്ചിരിക്കും. നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതാ പ്രശ്നം. 2 അക്ഷരം പേര് വൈകുന്നേരം പേര് പറഞ്ഞിട്ടില്ല, എന്റെ പേര് പോയി. എനിക്ക് നിന്റെ 100 അക്ഷരം ഒന്നും ശരിയായില്ല. നിൽക്കണോ? വൈകുന്നേരം ജനഗണമന ചെല്ലിയത് എനിക്ക് ഓർമ്മ. കുട്ടിപ്പന്റെ മുമ്പിലെത്തും, പേര് കൊടുത്തില്ല, എന്റെ പേര് പോകും. സൂറത്തു നഹ്ലിൽ ആയത്തുണ്ട്, അമ്മ യുജീബുൽ മുദ്ദറ ഇദാ ദഅഹു. ഗതി മുട്ടിയവൻ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകാൻ അല്ലാത്ത വേറെ ആരുമില്ല. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായി തിരുവില്ല. പടച്ചോനെ റബ്ബേ 2 മിനിറ്റ് കൊണ്ട് ആ കുട്ടിന്റെ മുമ്പിലെത്തും. എന്തെങ്കിലും കാണിച്ചൊരു പേരിന്റെ മനസ്സിൽ ഓർമ്മയാക്കി. അതാണ് എന്റെ പേര്. അള്ളാഹു എനിക്കൊരു പേര് ഓർമ്മയാക്കി തന്ന് ഞാൻ വേഗം മറന്നു പോണേ നമുക്ക് കടലാസിൽ എഴുതി. കാരണം പിന്നെ ആലോചിച്ചാൽ പറ്റില്ലത്. എന്നിട്ടൊരു കവറിലാക്കിയിട്ട് കുട്ടിയുടെ കീശയിൽ കൊടുത്ത് തൽക്കാലം തടി കഴിച്ചില്ല. ഞാൻ പറഞ്ഞു ഇവിടുന്ന് തുറക്കണ്ട, ഇവിടുന്ന് തുറന്നാൽ അപ്പം തന്നെ കീറും. അങ്ങ് പോയിട്ട് വാപ്പന്റെ കൊടുത്താൽ മതി. ഞാൻ എഴുതി കൊടുത്തത് മഷീനാണ്. അടുത്ത പേര് ആ പെണ്ണ് പേരുന്നതിന് മുമ്പ് ഞാൻ അടുത്ത് പോകുന്നു. കാരണം അവർക്ക് പറ്റാൻ മതി. പേര് ഇന്ന് പേരുമില്ലല്ലോ. മാ ബഖിയ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വമാ ബഖിയ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു. പരിശുദ്ധ ഖുർആനിൽ അവശേഷിക്കുന്നത് അതിന്റെ ലിപികൾ മാത്രമാണ്. ഈ അക്ഷരങ്ങൾ മാത്രം ഉണ്ടാവും. മുസ്ലിങ്ങളും ഖുർആൻ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവും. എന്താ ബന്ധമുള്ളത്? ഏത് വിഷയത്തിലാണ് ഈ ഖുർആൻ അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യങ്ങൾ പറയും. പ്രവാചകനെ പറ്റി ഒരു ചോദ്യ പേപ്പറിൽ ഒരനാവശ്യ പരാമർശം നടത്തിയ ഒരു അധ്യാപകന്റെ കൈവെട്ടിയവരാണ് നിങ്ങളും. ആ പ്രവാചകന്റെ 1000കണക്കിന് സുന്നത്തുകളെ പരസ്യമായി ധിക്കരിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ആലോചിക്കലുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനെയും പ്രവാചകനെ വിമർശിച്ച ആളുകളെ സൃഷ്ടിച്ച ഏതെങ്കിലും അനുഭവം ചരിത്രത്തിൽ ഇസ്ലാമിലുണ്ടോ? ഇല്ലല്ലോ. ഖുർആൻ നീ എഴുതിണ്ടാക്കിയതാണ് പറഞ്ഞില്ല, ശത്രുക്കൾ പറഞ്ഞില്ലേ? മുഹമ്മദ് നബി എഴുതി ഉണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടില്ലേ? പിച്ചും പിഴയുവാന്ന് പറഞ്ഞില്ല, അല്ലാഹു അഹ്ല എന്ന് പറഞ്ഞിട്ടില്ലേ? അസാത്തിറുൽ അവ്വലിൻ പഴംപുരാണെന്ന് പറഞ്ഞിട്ടില്ലേ? ആ പറഞ്ഞ ആരോടെങ്കിലും കൈറസുദ്ധ വെട്ടിയോ? ഇല്ല. ഖുർആൻ എന്താ ചെയ്തത്? സർഗാത്മകമായി വെല്ലുവിളിക്കാ ചെയ്തത്. എന്താ വെല്ലുവിളി? ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിത്ലിഹി. നിങ്ങൾക്ക് ഈ ഗ്രന്ഥം, ഈ പ്രവാചകൻ സ്വയം നിർമ്മിച്ചതായി അഭിപ്രായമുണ്ടോ? ഒരു സൂറത്തുകൾ കൊണ്ടുവരി. അതാ ചെയ്തത്, അല്ലാതെ പോലെ കൈവെട്ടുകയല്ല.
ഞാൻ സൂചിപ്പിച്ചത് ഇതിനോട് വളരെ ക്രൂരമായി പ്രതികരിച്ച മുസ്ലിങ്ങൾ പ്രവാചക ജീവിതത്തിലെ സുന്നത്തുകളെ, ഖുർആന്റെ അധ്യാപനങ്ങളെ പരസ്യമായി ധിക്കരിക്കുന്നില്ലേ? അത് നമുക്ക് പ്രശ്നമല്ലല്ലോ. ഉദാഹരണം പറയാം. കണ്ണൂർ ജില്ലയിൽ ഒരു കല്യാണം നടക്കുക. ഇന്ന് ഇസ്ലാമിന്റെ മുഖം ഇതര സമുദായത്തിന്റെ മുമ്പിൽ ഏറ്റവും വികൃതമാക്കപ്പെടുന്ന സദസ്സ് ഏതാന്ന് വെച്ചാൽ വൈവാഹിക വിവാഹ സദസ്സാണ്. എന്തിനാ സ്റ്റേജ്? നിക്കാഹിനാണ്. നിക്കാഹ് എത്ര മിനിറ്റ്? 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്റ്റേജ് നടക്കല്. ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കല്യാണത്തിൽ സ്റ്റേജിൽ വെച്ച് നിക്കാഹ് ചെയ്ത് ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ ദുആ ചെയ്തതിനു ശേഷം സഹോദര ആ സ്റ്റേജിൽ നടക്കുന്ന തോന്നിവാസം എന്താണ്? എത്ര മണിക്കൂർ? അത് നമുക്ക് പ്രശ്നമല്ല. കണ്ണൂർ ജില്ലയിൽ ഒരു പെൺകുട്ടിക്ക് അന്ന് പുയ്യാപ്പള കൊടുത്തു. കല്യാണ ദിവസം പുയ്യാപ്പള പെണ്ണിന്റെ വീട്ടിലേക്ക് വരിക. പുയ്യാപ്പള വരിക. പുയ്യാപ്പള വരുന്ന സന്തോഷത്തിൽ ഏതോ ഒരു ചങ്ങായി പടക്കം പൊട്ടിച്ചു. അതിന്റെ ദുരന്തം ഇന്നേറ്റ് വാങ്ങിയത് ആ വീടിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള 25 ദിവസം പ്രായമായ ചോരപ്പൈതനാണ്. ആ ചോരപ്പൈതന്റെ കണ്ണടയുന്നില്ല. നിങ്ങൾ ആലോചിക്കണ സഹോദര വരെ മക്കൾ നിൽക്കും. ഇന്ത്യങ്ങളിൽ മക്കൾക്കാണ് ഈ ഗതി വന്നതെങ്കിൽ ആ ചങ്ങായി നമ്മൾ എന്ത് ചെയ്യും? ആ കുട്ടി വായടക്കുന്നല്ല, 25 ദിവസം പ്രായമായ കുട്ടി. എന്തൊക്കെ കുട്ടിക്ക് അവസ്ഥകൾ ആലോചിച്ചു? എന്താ ചെയ്തത് അല്ലാഹു? ഒരു അയൽവാസിക്ക് ഒരു പെൺകുട്ടിന്റെ പുയ്യാപ്പളിനെ കൊടുത്ത തെറ്റിയെ പഠിച്ചു ചെയ്തു. ഒരു വിവാഹമാണ്, ഒരു മുസ്ലിമിന്റെ വിവാഹമാണ് അത്രയത്. ആ വീട്ടിൽ ഖുർആനില്ലേ? അവന്റെ പേര് അറബി പേരല്ലേ? അവൻ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ മെമ്പറല്ലേ? അവൻ മരിച്ച മുസ്ലിങ്ങൾ ശ്മശാനത്തിലല്ലേ മറമാടുന്നത്? പരിശോധിച്ചു. എന്ത് ബന്ധാ ഇസ്ലാമിലെ വിവാഹവും തമ്മിലുള്ളത്? കണ്ണൂർ ജില്ലയിൽ വാരം ഒരുപാട് കാലം നിന്ന സ്ഥലം, 30 കൊല്ലമായിട്ട് കണ്ണൂർ ജില്ലയിൽ. അതോടെ കണ്ണൂർ പറഞ്ഞു തുടങ്ങിയാണ്. വാരം എന്ന സ്ഥലമുണ്ട്, വാരം. അവിടെ ഒരു മുസ്ലിം യുവാവ് ഹൈക്കോടതിയിൽ കേസുമായി കയറി. അതിന് എന്താ വിഷയം എന്നറിയോ? പുതിയാപ്പള വന്നതാ. പുതിയാപ്പള വരുമ്പോ വന്നത് ഒട്ടകപ്പുറത്താണ്. റോഡ് ബ്ലോക്കായി, രോഗികൾ പ്രയാസപ്പെട്ട് കേസ് കൊടുത്തു. പൊതു താല്പര്യ ഹർജി ഒക്കെ കോടതി കേൾക്കണം. ഇസ്ലാമിലെ കല്യാണമാണ് അത്രേ. നിങ്ങൾക്ക് കേൾക്കണോ? വടകര എന്ന സ്ഥലമുണ്ട് കോഴിക്കോട് ജില്ലയിൽ. ശ്രീനാരായണ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ അദ്ദേഹം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു. ശ്രീനാരായണ അദ്ദേഹം വന്നു. പരിപാടിയിൽ പങ്കെടുത്ത് പോകാൻ കാലത്ത് രാത്രിയാണ്. അന്ന് അവിടെ താമസിക്കാം. ഒരു ഗുരുഭക്തൻ വന്നിട്ട് പറഞ്ഞു, ഗുരുങ്ങൾ ഏതായാലും വടകര വരെ വന്നതല്ലേ, നിങ്ങളൊന്ന് എന്റെ വീട്ടിൽ വരണം, നാളെ എന്റെ മോളെ കല്യാണം. അപ്പൊ അയാൾ അവിടെ താഴ്മുള്ള മനുഷ്യനാണ് അദ്ദേഹം. അത്ര വലിയ തരക്കനല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ശരി ഞാനൊരു 10:30 മണിയാകുമ്പോ വീട്ടിൽ വരാം. അപ്പൊ അദ്ദേഹം വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ആളുകൾ ഒരുപാട് തടിച്ചു. അദ്ദേഹം 10:30 ഈ വിവാഹ വീട്ടിൽ വന്നു. ഗുരുദേവ ചിന്താ പ്രവാഹം എന്ന പുസ്തകത്തിൽ പ്രൊഫസർ എം സത്യപ്രകാശം ഈ ചരിത്രം എടുത്തുദ്ധരിക്കുന്നു. അദ്ദേഹം വന്നപ്പോ അവിടെ ഭയങ്കര പന്തലും കതിർമണ്ഡവും ചെണ്ടവാദ്യമേളങ്ങളും ഒരുപാട് ചെമ്പ് ഭക്ഷണമൊക്കെ കണ്ടപ്പോ ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കാതെ ഇറങ്ങിപ്പോയി. ശ്രീനാരായണ ഇറങ്ങിപ്പോയി. അപ്പൊ ശ്രീനാരായണ ഗുരു ഇറങ്ങിപ്പോയി. അമ്മക്കും ഒരു വിഷയമല്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വീട്ടിൽ വന്നിട്ട് പിണങ്ങിപ്പോയി. നമ്മളെ അവസ്ഥ എന്താ? അതേ അവസ്ഥയാണ്. ഓടിച്ചെന്ന് വീട്ടുകാരൻ കാൽമ വീണ് പറഞ്ഞു, ഗുരു നമ്മുടെ പെരുമാറ്റത്തിൽ വല്ല മോശം വന്നോ, ഒരു ഗ്ലാസ് വെള്ളം കൂടി കുടിക്കാതെ പോണേ, അമ്മക്ക് അത്രയും വിഷമം, എന്തെങ്കിലും പറ്റിയത്, എന്താ വിഷയം? ശ്രീനാരായണ ചോദിച്ചു, അത്ര ഈ വിവാഹ ധൂർത്ത് നിങ്ങൾ ആരാ പഠിപ്പിച്ചത്? ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കഴുത്തിൽ മിന്നി ചാർത്താൻ എന്തിനാ കതിർ മണ്ഡപം? എന്തിനാണ് ചെണ്ടയുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടി? എന്തിനാണ് ഈ പടുകൂറ്റൻ പന്തല്? എന്തിനാ അത്രയും ഭക്ഷണം? അതവർ പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണമാണ്. സദസ്സിങ്ങനെ അന്തം വിട്ടു. അവിടെ വെച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞു, ഒരു വിവാഹത്തിൽ 10 ആള് പങ്കെടുത്താൽ മതി. അപ്പൊ ആരോ ചോദിച്ചു, എന്താ 9 ആയാലും? സംശയം ഉണ്ടായി. 10 എന്നുള്ള കണക്ക് കൊണ്ടാ കിട്ടിയത്. അത്ഭുതകരമെന്ന് പറയട്ടെ, ഒരു മുസ്ലിം പോലും ഇല്ലാത്ത ഒരു സദസ്സിൽ വെച്ച് ശ്രീനാരായണ ഗുരു പറഞ്ഞു, എന്നെ ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എക്കണോമിക് ഡിസിപ്ലിനും എന്നെ പഠിപ്പിച്ചത് ലോകൈക ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പറഞ്ഞതറിയോ? ശ്രീനാരായണ ഗുരു. എന്നിട്ട് ഈ സദസ്സിനോട് പ്രവാചകന്റെ ലളിതമായ വിവാഹത്തിന്റെ ചിത്രം എടുത്തു കൊടുക്കുന്നു അദ്ദേഹം. പ്രവാചകൻ ഒരിക്കലും പ്രഭാത നമസ്കാരം നിർവഹിച്ചു. അദ്ദേഹത്തിന് സുബീന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. സുബീ സ്കരിച്ചു.
നിസ്കരിക്കാൻ പള്ളിയിൽ ആണും പെണ്ണുമായിട്ട് ഫുള്ളാളുണ്ട്. നമസ്കരിച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ നിക്കറും ദുആയും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓരോരുത്തരും നീച്ച് അങ്ങനെ പോയി. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ആവശ്യത്തിന് പുറത്ത് പോയി. ഒരു 8-8:30 മണിയാകുമ്പോൾ പ്രവാചകൻ വീണ്ടും പള്ളിയിൽ വന്നു. എന്തിനാണെന്നറിയോ? ദുആ നമസ്കരിക്കാനാണ്. ദുആ നമസ്കരിക്കാൻ വന്നപ്പോ പിന്നെ പള്ളിയിൽ ആരാളുള്ളത്? പള്ളിയിൽ തന്നെ താമസിക്കുന്ന കുറച്ച് ആളുകൾ. അതൊരു സുബത്ത് നമ്മൾ സാധാരണ പറഞ്ഞ അവർ അല്ലാത്തവരൊക്കെ 8:30 മണിയാകുമ്പോ സുബഹി നിസ്കരിക്കാൻ വന്ന ഒരു പള്ളിയിൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അഹ്ലുസ് സുഫയുടെ നേതാവ്. ചോദിച്ചു, അബൂ ഹുറൈറ നിസ്കരിക്കാൻ വന്നവർക്ക് അവിടെ പോയി? നിസ്കരിക്കാൻ വന്നവർ 8:30 മണിയാകുമ്പോൾ പള്ളിയില്ല, ഓരോരുത്തർ മണിക്ക് പോയി. ഒരു 10 ആളെ കിട്ടണല്ലോ. 10 ആൾ എന്തേ? ഇന്നെന്റെ കല്യാണം. ഇന്നെന്റെ കല്യാണം. ഇത് ഞാൻ പറഞ്ഞല്ല, ഇവിടുന്ന് ഇറങ്ങിയിട്ട് അത് ബുഖാരിയിൽ വന്ന് ചോദിക്കട്ടെ, ഇടകനാക്കരുത് ശ്രീനാരായണെന്ന് പറഞ്ഞു. അപ്പൊ അബൂ ഹുറൈറ അങ്ങാടി പോയിട്ട് ഒഴിവുള്ള ഒരു 5-10 ആളെ കൊണ്ടുവന്നു, കല്യാണം കഴിഞ്ഞു. ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് നമ്മക്ക് മനസ്സിലായിണോ? കൊറോണ വന്നു, കല്യാണത്തിൽ ആളെ നിയന്ത്രിച്ചു. എന്നാലും നമ്മൾ വിടുവോ? 1000 ആളെ പണി നമ്മളെ എങ്ങനെ ഒപ്പിച്ചത്? രാവിലെ 5 കൈപ്പാട്, 10 കൈപ്പാട്, 11 കൈപ്പാട്, 1000 ഒപ്പിച്ചു. കാരണം അങ്ങനെ കല്യാണം ശരിയാവില്ലല്ലോ. അല്ലാഹ് പഠിപ്പിച്ചാലും പഠിക്കാത്തോടത്തിലെ ഞങ്ങൾ ഒരു വിവാഹം എന്നത് എടുത്താൽ പൊങ്ങാത്ത ഭാരമായി. ഞാൻ ചോദിക്കട്ടെ ഈ സദസ്സിനോട്, ഒരു വിവാഹത്തിൽ, ഇസ്ലാമിക വിവാഹത്തിൽ പെൺകുട്ടിക്ക് ഒരൊറ്റ ഉറുപ്പിന്റെ ചെലവുണ്ടോ? ഒരു ഉറുപ്പിന്റെ ചെലവുണ്ടോ? ഏത് വിഷയത്തിലാ പെൺകുട്ടിക്ക് ചെലവുള്ളത്? എന്നാൽ ഇന്ന് വിവാഹത്തിന് മുഴുവൻ ചെലവായിരിക്കാം. ഏതാ നിക്കാഹ്? അത് പെണ്ണുങ്ങൾ ആണ്ടല്ല വേണ്ടി. ആരെ പറഞ്ഞു? ഞാൻ പറഞ്ഞു അതിന് കഴിച്ചില്ലായി. പിന്നെ ഓളെ വാപ്പ നോക്കിയുള്ളൂ. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചോ പെണ്ണുങ്ങൾ നാട്ടിൽ നിൽക്കാതെ വേണം? ഞമ്മളുണ്ടാക്കിയതാ. അത് പെൺകുട്ടി തലയിലിട്ട് പിന്നെ പന്റെ പണി എന്താ? ആളെത്ര ഉണ്ടാവുന്ന പറയല് മാത്രമായി പന്റെ പണി. പിന്നെ അതിന് തിന്നാൻ കൊടുക്കേണ്ട ഈ സാധു ആലോചിക്കും. അപ്പൊ ഞാൻ പറഞ്ഞെന്താ അറിയോ? ആദർശപരമായുള്ള നമ്മുടെ കീഴ്പോട്ടുള്ള പോക്കിന്റെ ഗതി വളരെ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നും ഇസ്ലാം പറഞ്ഞ മാതിരിയല്ല. വിവാഹ രംഗത്ത് ഏത് രംഗം പരിശോധിച്ചാൽ അതുകൊണ്ട് അതൊരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട മാസം കൂടി ആവുന്ന ഖുർആന്റെ മാസല്ലേ? ഈ ഖുർആൻ ഇറക്കിയതിനാ? ഖുർആനോട് 7 കടപ്പാടുണ്ട് സഹോദരന്മാരെ. ഒന്ന്, അത് ഇസ്തിമാൾ കേൾക്കണം, കേട്ടിട്ട് പഠിക്കണം, ഓതണം, മനഃപ്പാഠമാക്കണം, അർത്ഥം പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം, അതിനെ സംരക്ഷിക്കണം. അത് 7 കടമയുണ്ട്. പഠിക്കണതിന് പകർത്തണം. എന്റെ എല്ലാം ഖുർആൻ അനുസരിച്ചാവണം. അൽ ഖുർആൻ ഇമാമി. അങ്ങനല്ലേ? വമാ ഇമാമുക ആരാന്നല്ല. ആരാന്ന് വെച്ചാൽ ഇമാം ഷാഫി എന്ന് പറഞ്ഞാൽ മതി. ചോദിക്കാൻ എന്താന്ന് വെച്ചാൽ ഒരു സാധനത്തിന്റെ പേരാ വേണ്ടത്. ഇന്നെ നോക്കിയിട്ട് ഇപ്പൊ എന്താന്ന് ചോദിക്കൂല, ഇത് ആരാന്നാ ചോദിക്കുക. അൽ ഖുർആനു ഇമാമി, എന്റെ ഇമാം. ഇമാം അവിടെ നിൽക്കൽ മുമ്പിൽ എന്തിന്? അയാൾ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഖുർആൻ ഇമാമാണ്. ഖുർആൻ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ നിൽക്കണം. അതിന് ഖുർആൻ എന്താ പഠിച്ചെന്ന് മനസ്സിലാകട്ടെ. ഖുർആൻ നമ്മൾ വന്നെന്താ? റസൂൽ പറഞ്ഞാ മാ ബഖിയ മിനൽ ഖുർആനി ഇല്ലാ റസൂൽ. അക്ഷരം മാത്രമേ ഉണ്ടാവുള്ളൂ. റമദാന്റെ മുമ്പ് ആഹിറ റമദാൻ പരിപാടി ഒരു മഹലിൽ 500 ആളുണ്ട്, ഓഡിറ്റോറിയത്തിലാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും 500 ആൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഖുർആനുമായിട്ട് ഇവിടെ വരിക. അതിന്റെ അടുത്തൊരു ഖുർആൻ ഞാനൊരു പേജ് കാണിച്ചു തരാം. ആ ഒരു പേജ് തജ്വീദിന്റെ നിയമം അനുസരിച്ച് ഓതാൻ ഈ 500 ആളുകൾ ആർക്ക് സാധിക്കും? ഒറ്റ കുട്ടിയാണെങ്കില്ല. എന്തായാലും അർത്ഥം അറിയുന്നവരുണ്ടാവാം, പക്ഷെ പരസ്യമായിട്ട് ഓതാൻ മടിയുള്ളതും ഉണ്ടാവാം. ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു കുട്ടി അനങ്ങാക്കാൻ പറ്റുമോ? മഥലുല്ലദീന ഹുമ്മിലു തൗറാത്ത തുമ്മ ലം യഹ്മിലുഹാ കമഥലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. വേദഗ്രന്ഥം നൽകപ്പെട്ട തൗറാത്തിന്റെ ആളുകളെ അല്ലാഹ് കഴുതകൾ എന്ന് വിളിക്കാൻ കാരണം എന്താ? ഓർക്ക് തൗറാത്തിൽ പറഞ്ഞത് എന്താന്ന് അറിയില്ല, അവരതിനെ പറ്റി പഠിച്ചില്ല. അതുകൊണ്ട് അവരെ കഴുതകൾ എന്ന് വിളിച്ചു ഖുർആൻ. പക്ഷെ അവർക്ക് ഓതാൻ അറിയാമായിരുന്നു. ഖുർആൻ പറഞ്ഞതാ. എവിടെ പറഞ്ഞതറിയോ? വമിൻഹും ഉമ്മിയൂന ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി. അവർക്ക് അമാനി ഇല്ലൽ വേദഗ്രന്ഥത്തെ പറ്റി അവർക്ക് ഒന്നും അറിയില്ല. ഇല്ലൽ അമാനിയ എന്തായാലും അർത്ഥം? ഇല്ലൽ ഖിറാഅത, വായിക്കാനല്ലാതെ. നമുക്ക് വായിക്കാനും അറിയില്ല. അതുകൊണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വളർച്ചയും തളർച്ചയും
ദീനിന്റെ ഇൽമുകൾ, ഈമാന്, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ജീവിത രീതി ഇസ്ലാമിന്റെ പ്രമാണവുമായി ചേർത്ത് വെക്കുന്നിടത്തുള്ള പരാജയം. ഞാൻ ഒറ്റ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. റമദാനാണ്, പലർക്കും പല പണിയുണ്ടാവും. വയലേക്കണോണി മാത്രമല്ല ഉണ്ടാകുക. ഒറ്റ ഹദീസ്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളെ രാവിലെയും വൈകുന്നേരം അള്ളാഹുവിന്റെ റസൂല് ചൊല്ലാൻ പറഞ്ഞൊരു പ്രാർത്ഥന ഉണ്ട്. അതാ ദീൻ. റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. അതാണ് ഇസ്ലാം ദീൻ. റബ്ബായി ഞാൻ അള്ളാഹനെ തൃപ്തിപ്പെടുന്നു. ജീവിതചര്യ ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെടുന്നു. റോൾ മോഡലായി പ്രവാചകനെ തൃപ്തിപ്പെടുന്നു. ഇത് നാവ് കൊണ്ട് രണ്ടു നേരം പറയിപ്പിക്കുന്നതിനറിയോ? ഇത് നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെയാണോ ജീവിക്കുന്നത്? ഈ വിഷയത്തിൽ നമ്മൾ തളർച്ചയെത്താം. അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിശാലത പറഞ്ഞാൽ തീരൂല. ഒന്നും അള്ളാഹുവിന്റെ മുമ്പിലാണോ നമ്മൾ ജീവിക്കുന്നത്, അതല്ല ജനങ്ങളെ മുമ്പിലാണോ? മനസ്സിലായില്ല? മനസ്സിലാവൂല. ജനങ്ങളെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ? നമ്മൾ പലതും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഒരു പെണ്ണ് പ്രസവിച്ച നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്ത്രീകൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു വിഷയമാണ് കുട്ടികളെ കാണാൻ പോലെ. അതുകൊണ്ട് ഞാൻ എവിടുന്ന് എങ്ങനെ വിവരം കേട്ടാൽ ഞാൻ മുണ്ടാടക്കല. കാരണം പറഞ്ഞാൽ കുടി ഒപ്പം തന്നെ പോണ പറഞ്ഞപ്പോ ഈ പൊരയിലും ഒക്കെ ഞങ്ങോട്ട് പോകാനാവില്ല. ആശുപത്രി കണ്ടാൽ അതാണ് കഴിഞ്ഞല്ലോ. എന്ത് കഴിയും? എന്തോ ഒരു നിർബന്ധ ബാധ്യത പോലെ. എന്നാ ശരി, ഇടങ്ങൽ പോവാം. അപ്പൊ പറയും എന്തോ ഒന്നില്ലാതെ പോയാൽ ഓലെന്താ വിചാരിക്കുക കേട്ടോ? ആരെ മുമ്പിലാണ് ജീവിക്കുന്നത്? ഓലെ മുമ്പിൽ. അപ്പൊ കുറച്ച് നിയന്ത്രണമായിട്ട് വാങ്ങല്. ഒരു കിലോനേ ഉള്ളൂ, 80 റുപ്യാണ്. ഇവക്ക് ഉറക്കം വന്ന് പാന്തം ചെയ്തിട്ടുണ്ടൊക്കെ പൈസയുടെ വില വെച്ചറിയോ? 1 കിലോ പയം വാങ്ങിയെന്ന് വിളിച്ച ചീത്ത തകുമനുഷ്യന് കൊടുക്കാം. ഓലെന്താ വിചാരിക്കുക? രണ്ടാമത്തെ അപ്പൊ 3 കിലോ 240. ഒരു പയം മാത്രമൊന്നും പോരാ. ഒരു ട്രേ കോഴിമുടി. ഞാൻ ആ പെണ്ണിന്റെ കഥ ആലോചിച്ച് കൊടുത്തുന്ന ആ ജീവിച്ചിരിക്കും. അടിച്ചോല് ആൾ നോക്കണ്ട. ഇത് മാത്രമായിട്ട് ചെന്നാൽ ഓലെന്താ വിചാരിക്കുക? ജീവിക്കുന്നത് മുഴുവൻ മനുഷ്യന്മാരെ മുമ്പില, പടച്ചോന്റെ മുമ്പിലല്ല. നിങ്ങൾ പോയി നിങ്ങളൊരു കാര്യം ചെയ്യണത് ആർക്ക് വേണ്ടിക്കാം? പെണ്ണുങ്ങളോട് പറയാം, പിന്നെ അമ്മാരെ നടടിച്ചാൽ എടുത്തോ. അള്ളാക്ക് ബേക്കിൽ കണ്ണാണൂലേ? മനുഷ്യന്മാരെന്താ വിചാരിക്കുക? കേട്ടോ, ജീവിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയാ മാറണം. റദീതു ബില്ലാഹി റബ്ബൻ, അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ആ ഹദീസിന്റെ പേര് ഹദീസു ജിബ്രീൽ എന്നാണ്. കാരണം അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനുഷ്യ രൂപത്തിൽ ആദ്യമായി വന്നത് സ്വഹാബികൾ കണ്ടതാണ്. പള്ളി വന്നു, പ്രവാചകന്റെ മുട്ടുംകാലോട് തന്റെ മുട്ടുംകാല് ചേർത്ത്. വലിയ ഹദീസാണ്, വിശദീകരിക്കല്ല. കുറെ ചോദ്യം ചോദിച്ചു. ഒന്ന് ഇസ്ലാം കാര്യം പറഞ്ഞുതരാൻ പറഞ്ഞു. അപ്പൊ അള്ളാഹു റസൂൽ ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുത്തു. ഈമാൻ കാര്യം ചോദിച്ചു, ഈമാൻ കാര്യം പറഞ്ഞു കൊടുത്തു. മൂന്നാമത്തെ ചോദ്യമാണ് മർമ്മം. വമൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? റസൂൽ കൊടുത്ത മറുപടി അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു, നീ അല്ലാഹുവിനെ അങ്ങോട്ട് കാണുന്നത് പോലെ ജീവിക്കലാണ്. അങ്ങോട്ട് കാണുന്നത് പോലെ. ഞാൻ പടച്ചോൻ അങ്ങോട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ കഥ എന്താണ്? അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം. അതിനാണ് ഇസ്ലാം, അതിനാണ് ഈമാൻ. ഇസ്ലാം കാര്യം 5 കാര്യം അനുഷ്ഠിക്കുന്നതിലൂടെ, ഈമാൻ കാര്യം 6 കാര്യം വിശ്വസിക്കുന്നതിലൂടെ ഒരു വിശ്വാസിയുടെ മനസ്സ് ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒന്നാമത്തെ പരിവർത്തനം, അവൻ ജീവിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി. ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് റദീതു ബില്ലാഹി റബ്ബൻ. ഇവിടെ നമ്മൾ മുന്നോട്ട് പോയില്ലേ? ജനങ്ങൾക്ക് വേണ്ടിയായി. രാവിലെ സുബീസ്കരിച്ചാട് അങ്ങാടിക്ക് ബൈക്ക് വരുന്നൊരേറ്റ കുട്ടിയാൻ പറ്റുള്ള പോലീസുകാരുണ്ടാവില്ലല്ലോ. 10 മണിയാകുമ്പോഴോ പിന്നെ ഹെൽമറ്റ് എടുത്താ ഞാൻ തന്നെ പറഞ്ഞു. അപ്പോൾ വെച്ചുങ്ങൾ രാവിലെ പോകുമ്പോ രാവിലെ അത് കാണാൻ പോലീസുകാരുണ്ട്. അപ്പൊ ഇങ്ങനെ കുതാകുത്താൻ നിൽക്കുന്നുണ്ടാവും. ഹെൽമറ്റ് ഇടാണ്. ആർക്ക് വേണ്ടിയാ? ജനങ്ങൾക്ക് വേണ്ടി. എല്ലാം ജനങ്ങൾക്ക് വേണ്ടി. മുആദ് റളിയല്ലാഹു അൻഹു 2.5 ലക്ഷം സ്വഹാബിയുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിന്റെ മുഖത്ത് നോക്കി, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദേ ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഏക സ്വഹാബിയുടെ പേരാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നല്ല പ്രാസംഗികനാണ്.
കർമ്മശാസ്ത്ര വിഷയത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മുആദിനോട് ചോദിക്കണം എന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂലാണ്. അത്ര പ്രഗൽഭനായിരുന്നു അദ്ദേഹം. ഡമാസ്കസിൽ ഒരു ക്ലാസ് വരുന്നുണ്ടെന്ന് കേട്ടപ്പോ ഒരുപാട് ആളുകൾ കേൾക്കാൻ ക്ലാസ് കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യോത്തരണ്ടാവും. കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് ഒരാൾ ഇങ്ങനെ കുത്തിരിക്കുന്നു. അദ്ദേഹം എല്ലാവരും പോയ ആട് വന്നിട്ട് പറഞ്ഞു, താങ്കളെ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഞാൻ ഒരുപാട് കാലമായി നേര് കാണാതിനെ പറ്റിയില്ല, നിങ്ങൾ വരുന്നുണ്ട്, നമുക്ക് വളരെ ദൂരത്ത് നിന്ന് വന്നതാണ്, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. ഈ ചോദ്യത്തോട് മുആദ് അവൻ പ്രതികരിച്ചത് അലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാണോ ഈ സ്നേഹം? 3 വട്ടം ആവർത്തിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഈ സ്നേഹം? അദ്ദേഹം 3 വട്ടം പറഞ്ഞു അതെ. എങ്കിൽ അബ്ശിർ, താങ്കൾ സന്തോഷിക്കുക. മൻ അഹബ്ബ ലില്ലാഹ് വഅബ്ഗദ ലില്ലാഹ് വഅഅത ലില്ലാഹ് വമനഅ ലില്ലാഹ് വഅൻകഹ ലില്ലാഹ് ഫഖദ് ഇസ്തക്മല ഈമാനഹു. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നവൻ, അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുന്നവൻ, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുന്നവൻ, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതിരിക്കുന്നവൻ, അള്ളാഹ്ക്ക് വേണ്ടി കല്യാണം കഴിച്ചവൻ, അവന്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു. അതിനർത്ഥം എന്താ? സ്നേഹമെന്ന വികാരം പോലും അള്ളാഹുവിന് വേണ്ടിയാകുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈമാൻ പൂർത്തിയാകുന്നത്. നമ്മൾ പലരും സ്നേഹിക്കുന്ന എന്തിന്റെ പേരില്ല? പലരെയും ഇപ്പൊ കണ്ടുകൂടാ. എന്തിന്റെ പേരില്ല? പരിശോധിച്ച് നോക്കി. അള്ളാഹിന്റെ ദീന്റെ പേരിലാണോ, അല്ല ഭൗതികമായ സംഘടനാപരമായ പ്രാസ്ഥാനികമായ കാരണം കൊണ്ടാണോ? തോളോട് തോട് തുമ്പി തൗഹീദ് പ്രവേശിപ്പിച്ച ആളുകൾ ചില്ലറ അഭിപ്രായ വ്യത്യാസത്തിൽ മാറി നിന്നപ്പോ പരസ്പരം എങ്ങനെ പെരുമാറുന്നത്? ഇപ്പോ അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഈ സ്നേഹം? ഇല്ല, എല്ലാം അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അവിടെ നമ്മൾക്ക് തളർച്ച സംഭവിച്ചിരിക്കുന്നു. ഒന്ന്, അള്ളാഹു റബ്ബായിക്കൊണ്ട് അള്ളാഹിനെ വിട്ടുവിടുക എന്നത്. രണ്ടാമത്തെ അർത്ഥം, അള്ളാഹ് കൽപ്പിച്ചൊരു സംഗതി, പടച്ചോനൊരു സംഗതി പറഞ്ഞാൽ പിന്നെ ചോദ്യമല്ല, അതങ്ങനെ തന്നെ സ്വീകരിക്കുക. അതിനുള്ള മെയ് വഴക്കം, അതാണ് സമിഅനാ വഅതഅനാ. രാവിലെ വൈകിട്ട് പറയിപ്പിക്കണം, സമിഅനാ വഅതഅനാ, കേട്ടു അനുസരിച്ചു റബ്ബേ. പൊള്ളു പറയാനല്ല, ഒന്നും അനുസരിച്ചില്ല. പക്ഷെ സ്വഹാബികൾ അങ്ങനല്ല, കേട്ടു അനുസരിച്ചു. ഞാൻ ഒറ്റ ചരിത്രം പറയാം, കേട്ട ചരിത്രം ഒന്നും ഞാൻ പറയില്ല. പ്രവാചകന്റെ മുമ്പിൽ 39 വയസ്സായ സ്വഹാബി ഇരിക്കുന്നു. വിശേഷം ചോദിച്ചപ്പോൾ ചോദിച്ചു, എന്താണ് കുട്ടികളൊക്കെ സ്ഥിതി? പെണ്ണെട്ടിയില്ല, 39 വയസ്സായി. അതിന്റെ എന്നെ കണ്ടിട്ട് പെൺകുട്ടിക്ക് പറ്റില്ല, വിരൂപനാണ്. ഓ, അത് വല്ലാത്ത സങ്കടം. ഇപ്പൊ അത് ശരിയില്ല, ഞാൻ അറിയില്ല, പെണ്ണി നമ്മൾ കെട്ടണല്ലോ. ഈ ഒരു കാര്യം ചെയ്യ്, ഒരാളെ പേര് പറഞ്ഞ് അയാളെടുത്ത് പോയിക്കോ, ഞാൻ പറഞ്ഞയച്ചാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പെൺകുട്ടിയിട്ട് ഞാൻ കെട്ടിച്ചു തരാൻ പറഞ്ഞാൽ ഓളെ വാപ്പ കെട്ടിച്ചു പറയും. അപ്പോ പെണ്ണ് കിട്ടുകയാണല്ലോ. ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും പ്രശ്നം എന്താ? പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ട. വിവാഹം അന്വേഷിച്ച് ഫോട്ടോ കാട്ടും കൊട്ടും കൊടുത്ത് പറ്റി പിന്നൊരു വൃത്തി ഇങ്ങോട്ട് വിളിക്കാതാവുമെന്ന് വിളിച്ചു നോക്കിയതാ. അപ്പൊ എന്താണ് ആ മൗലവി എന്താ അറിയോ? ഓള് പറഞ്ഞത് PG കഴിയട്ടെ. എന്താണ് ആ PG? എനിക്ക് ഇതുവരെ മനസ്സിലായി. ആ PG കഴിഞ്ഞ ഒറ്റ കുട്ടി ദുനിയാവില്ല. അത് കഴിയാനുള്ള PG അല്ല, മനസ്സിലായോ? അപ്പോ ഈ സഹോദരൻ റസൂൽ ആ പറഞ്ഞ വീട്ടിൽ പോയി, അവിടെ വീട്ടിൽ കയറി നിന്ന് വെള്ളമൊക്കെ കുടിച്ച്, എന്തിനാ വന്നത് പുരക്കാർക്ക് അറിയില്ലല്ലോ. പാപ്പ ചോദിച്ചിട്ടേ പോന്ന്. അപ്പൊ റസൂല പറഞ്ഞയച്ചതാണ്, ആ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞു, എനിക്ക് കല്യാണം കഴിച്ചു തരാൻ വേണ്ടി പറഞ്ഞിരുക. ആ പുരക്കാരൻ ചോദിച്ചു, കണ്ണാടി നോക്കില്ലേ? നിങ്ങൾ ഫിസിക്കലി യോജിക്കൂല. ഫിസിക്കലി നമ്മൾ അതാണല്ലോ ഹൈറ്റ്. വിവാഹ പരസ്യങ്ങനെ പേര്, വയസ്സ്, ഹൈറ്റ്, പട്ടാളത്തിൽ എടുക്കുക. ഫിസിക്കലി യോജിക്കൂല. സത്യം പറഞ്ഞാൽ നമ്മൾ മോശപ്പെട്ട കാലം ഏതെങ്കിലും തച്ച് കുത്തിയാൽ അവസാനം പൊട്ടിപ്പോവല്ലോ. അപ്പൊ അയാൾക്ക് കാഴ്ചയെ തോന്നി തമ്മിൽ ഇഷ്ടപ്പെടൂല. ശരി, അപ്പൊ അങ്ങനെ പറഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി. ചെരുപ്പിടുമ്പോ ആ വീട്ടിലെ ഒരു ജനാലിന്റെ ഉള്ളിൽ കൂടിയ ഒരായത്തിങ്ങനെ ഒഴുകി വരികയാണ്. ആയത്ത് ഓതിയതാരാണെന്നറിയോ? ഈ പെൺകുട്ടിയാണ്. ഏതൊരു പെൺകുട്ടിക്ക് വേണ്ടിയാണോ പ്രവാചകൻ ഈ മനുഷ്യനെ അയച്ചത്, ആ പെൺകുട്ടിയാണ്. ഓതിക്കൊടുക്കണ ആർക്കാന്നറിയോ? വന്ന ഇയാൾക്കല്ല, വാപ്പക്കാണ്. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറാ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂല ഫഖദ് ളല്ല ളലാലൻ മുബീന. സൂറത്ത് അഹ്സാബ്. അല്ലാഹുവും റസൂലും ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞാൽ ആ വിഷയത്തിൽ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടം പാടില്ല. അങ്ങനെ നമുക്ക് സ്വന്തം ഇഷ്ടമുണ്ടെങ്കിൽ
ഫഖദ് ضل ضلالا മുബീനാ, അവർ വ്യക്തമായ വഴികേടിലാണ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ അയച്ച പുയ്യാപ്പഴണത്, എനിക്ക് അയാൾ മതി. ഈ വിധേയത്വം അല്ലാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ ഏത് വിഷയത്തിലാണ് സഹോദരന്മാരെ നമുക്കുള്ളത്? എന്നിട്ട് നമ്മൾ രാവിലെ വൈകിട്ട് പറയില്ലേ റദീതു ബില്ലാഹി റബ്ബൻ, അല്ലാഹ് വിരോധിച്ചതിൽ നിന്ന് അതിശക്തമായി തന്റെ ജീവിതത്തെ അടർത്തിയെടുക്കുന്നിടത്ത് നമ്മുടെ അവസ്ഥ എന്താ? ഇപ്പോഴും പല തിന്മകളും നമ്മൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. കള്ള് ഹറാമാക്കിയ ചരിത്രം എന്താ? കുടിച്ചുകൊണ്ടിരിക്കെ, വാറ്റിക്കൊണ്ടിരിക്കെ, പാർന്നു കൊടുത്തുകൊണ്ടിരിക്കെ, പൈസ വാങ്ങിക്കൊണ്ടിരിക്കെ അല്ലേ കള്ള് നിരോധിച്ചത്? ഒരാഴ്ച മുമ്പ് പറഞ്ഞോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഈ പള്ളിനേക്കാളും വലിയ കള്ളുചാപ്പയും. തൊട്ടടുത്തന്നെ മദീനത്തെ പള്ളി. നിസ്കരിക്കുക, കുടിക്കുക, കുടിക്കുക, നിസ്കരിക്കുക. എന്താണ് അതിന്റെ സ്വഭാവം? നീ അത് പണ്ടത്തെ കഥ. ഇന്നിപ്പോ SSKH അതിന് പോണ്ട, കള്ള് ഹറാമാക്കുമ്പോൾ അതേ പറഞ്ഞത്. അങ്ങനെ ഉണ്ടോ? പോകാന്നറിയണം. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു SSKH നമ്മൾ കട്ടൻ ചായ കുടിക്കുന്നമായി മുഴുവൻ കട്ട വരിക. അനസ് റളിയല്ലാഹു അൻഹു തീരുന്നതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് കുടിച്ചോല കഥ ഞാൻ പറയുന്നുണ്ടല്ലോ. അപ്പോഴാണ് നമ്മളെ ഈ റോട്ടുമ്പോ കൂടെ ഒരു കട്ട റോട്ടിലൂടെ ഒരു കുട്ടി ഒരു ആയത്തോതി കൊണ്ട് കടന്നുപോയി. ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് ആയത്തിറങ്ങിയാൽ അതിങ്ങനെ അങ്ങാടി കൊണ്ട് ഓതി നടക്കാൻ ആളുണ്ട്. ആളുകൾ പറഞ്ഞു കൊടുക്കണമല്ലോ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു കേഷനിൽ ഇരിക്കുകയാണ്, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ ആയത്തോതി കൊണ്ട് കടന്നുപോയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിൽ ശൈത്താൻ ഫജ്തനിബു. കള്ള് ഹറാമാക്കിയിരിക്കുന്നു ചുരുക്കത്തിൽ. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ശരിക്കും മനസ്സിലായില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനസേ ആയത്ത് പുതിയ ഇറങ്ങിക്കണടാ, ഒരു കുട്ടി ഓതി പോണതാ, പോയി നോക്കിയാൽ നമുക്ക് പഠിക്കാലോ, ആ പാത്രം അവിടെ വെക്കുക. ഈ കള്ള് വാർന്നു കൊടുക്കുന്ന പാത്രം വെച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹു അങ്ങാടിയിൽ പോയി. അതിന് ആട്ട് പോയതിനേക്കാൾ സുല്ല അങ്ങോട്ട് വന്നത് എന്താ അറിയോ? മുതലാളി നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്, കള്ള് ഹറാമാക്കിയിരിക്കുന്നു. നമ്മളാണ് ആ സമയത്തത് സാക്ഷിയായതെങ്കിൽ നമ്മളെ ദബ്ദത്തെ കൊയ്യുക. ഇന്നൊരാഴ്ച മുമ്പ് പറയട്ടെ, എത്ര കള്ളാപ്പനി ഇവിടെ ഉണ്ട്. ആയത്താട്ട് എനിക്ക് തലിപ്പതിനൊന്നും എന്ന് പറയും. ലക്ഷക്കണക്കിന് ഉറുപ്പിന്റെ കള്ള് ബാക്കില് പീപ്പയിലുണ്ട്. എന്താ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? സമിഅനാ വ അതഅനാ ഖുദിൽ ഫർസ യാ അനസ്. ആ മഴ കെട്ടെടുക്കുന്ന ഇത് ആ ഓതിപ്പോന്റെ തല പൊട്ടിക്കാനല്ല, കള്ള് ഷാപ്പ് അടിച്ചു പൊളിക്കാനാ. അതുവരെ വിറ്റ് കിട്ടിയ പൈസ ഹലാലായിരുന്നു. പക്ഷേ അബൂ തൽഹ റളിയല്ലാഹു അൻഹു എടുത്തില്ല, കത്തിച്ചു കളഞ്ഞു. ആ ദിർഹം കത്തിച്ചു. കള്ള് ഷാപ്പ് ഒരു പിടി ചാരമായി മാറി നിമിഷ നേരം കൊണ്ട്. കള്ള് ഷാപ്പ് കത്തി ഇങ്ങനെ വീട് കണ്ടപ്പോഴാണ് കുടിയന്മാർ നീച്ചു പോയി. അയറ്റക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ കള്ള് ഷാപ്പ് കത്തിപ്പോയപ്പോഴാണ് പീപ്പയിൽ കള്ള് അടിച്ചു പൊളിച്ച് കള്ളിന്റെ പുഴയൊഴുകി. ചരിത്രം ഞങ്ങൾക്ക് അറിയാം. ഒരാഴ്ച കഴിഞ്ഞു, ഞാൻ ഇതിന്റെ മാറ്റം പറയാം. ഒരാഴ്ച കഴിഞ്ഞു അസ്റാൻ കൊടുത്തു മദീനത്തെ പള്ളി. ആളുകൾ വരുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി ഒരൊട്ടകത്തിന്റെ മൂക്കേറ് പിടിച്ച്, പെണ്ണൊട്ടക ഇങ്ങനെ വരിക, പുറത്ത് കയറിയില്ല, ഒട്ടകത്തിനെ പിടിച്ചിട്ട് ഇങ്ങനെ വരിക. അതിനാടെ കെട്ടി നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഒട്ടകത്തിന്റെ പാല് കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒട്ടകത്തിന്റെ പാല് ഹലാലാണല്ലോ. ആ നിങ്ങൾ വിചാരിച്ച ഒട്ടകല്ലേ, നിങ്ങൾ വിചാരിച്ച ഒട്ടകല്ലേ ഒട്ടകം. ഇത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കള്ള് ഷാപ്പ് കടിച്ചുറച്ചപ്പോ ആ കള്ളിങ്ങനെ തളം കെട്ടി നിന്നു കുടി. നമുക്ക് മരുഭൂമി വെള്ളം കുടിക്കൂല, ആവിയായി പോണം. അപ്പൊ മുന്തിരിക്കള്ള് ഇങ്ങനെ തളം കെട്ടി നിന്ന കുഴി, ആ പിന്നെ മുന്തിരിക്കള്ള് ഇങ്ങനെ വീണാല് മുന്തിരിക്കള്ള് വറ്റിപ്പോയ കുഴിയിൽ കറുത്ത മണ്ണ്. ആ കറുത്ത മണ്ണുള്ള സ്ഥലത്ത് ഒരു കൈതച്ചെടി മുളച്ചു വന്നു. കൈതച്ചെടി ഒട്ടകം ഭക്ഷിക്കുന്ന ഒരു തരം കൈതച്ചെടി. അപ്പൊ ഈ കള്ള് വറ്റിപ്പോയ കുഴിയിൽ നിന്ന് മുളച്ചു വന്ന കൈതച്ചെടിയിൽ കള്ളിന്റെ അംശം ഉണ്ടാവില്ലേ? ഇതാ ചോദിക്കുക റസൂലിനോട്. കള്ള് വറ്റിപ്പോയ കുഴിയിൽ നിന്നാണല്ലോ ഈ കൈതച്ചെടി മുളച്ചു വന്നത്. അതെ. അപ്പൊ സ്വാഭാവികമായി ഈ കൈതച്ചെടിയിൽ കള്ളിന്റെ അംശം ഉണ്ടാവില്ലേ? കള്ളിന്റെ അംശം കൈതച്ചെടി ഉണ്ടെങ്കിൽ അത് തിന്ന ഒട്ടകത്തിന്റെ പാലില് കള്ളിന്റെ അംശം ഉണ്ടാവില്ലേ? കുടിക്കാൻ പറ്റുമെന്ന്. ഈ മാറ്റം എങ്ങനെ ഉണ്ടായി? അതാണ് റദീതു ബില്ലാഹി റബ്ബൻ. നമ്മൾ ഹറാമിനെ ഹലാലാക്കാനുള്ള ഗവേഷണത്തിലാണ്. അവർ ഹറാമിനെ ഹറാമായി നിർത്തി അതിൽ നിന്ന് ജീവിതത്തെ പറിച്ചെടുക്കുന്നതിനായിട്ടുള്ള ശ്രദ്ധ. അതാണ് നോമ്പിന്റെ പരിശീലനം. റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂല. നമ്മുടെ റോൾ മോഡൽ ആരാ? ഏത് വിഷയത്തിലാ സഹോദരന്മാരെ പ്രവാചകൻ നമുക്ക് റോൾ മോഡലായത്?
വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. പക്ഷെ വെള്ളം കുടിക്കേണ്ട ഏത് കൈ കൊണ്ടാന്ന് ഇപ്പോഴും മനസ്സിലായില്ല. അവിടെ എത്തുമ്പോ എന്താ ആർക്ക് സാധിക്കണില്ല. കാരണം ഈ ഗ്ലാസ് ഇങ്ങനെ പിടിക്കുമ്പോ അയിമന് ചോറാവൂലേ? ആ ആവും. എന്റെ പ്ലേറ്റിൽ ചോറാവൂലേ? ആ എന്താക്കാ ഗഗല വേണ്ടി അപ്പുറത്തുള്ള എന്തോ ഒരു സംശയം. റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20ഓളം സാമ്രാജ്യങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ചാണ്. സ്വാഭാവികമായിട്ടൊരു ഭരണാധികാരിക്ക് പല മീറ്റിംഗിലും ഉച്ചകോടിയിലൊക്കെ പങ്കെടുക്കേണ്ടി വരും. അവിടെയൊക്കെ എല്ലാവരും വിശ്വാസികളാവൂല. അങ്ങനെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജനങ്ങളുടെ ശ്രദ്ധ എന്താ പറയാ ജനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമാണ്. കാരണം എന്താ അറിയോ? ഇസ്ലാമിക സാമ്രാജ്യത്തോട് 20 സാമ്രാജ്യം ചേർത്ത് വെച്ച ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരി. ലളിതമായ വേഷം. അത് കാണുമ്പോൾ ആളുകൾ എല്ലാവരും ഉമർവാൻ തന്നെ നോക്കുകയാണ്. അതേപോലെ കേന്ദ്ര കഥാപാത്രമാണ് അവിടെ. ഉച്ചകോടിയൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ഉമർവാവിന് പാത്രം ഇങ്ങനെ എടുത്ത് കൈ പിടിച്ചിങ്ങനെ പഠിക്കരുത്. അപ്പൊ തൊട്ടടുത്തിരിക്കുന്നത് മുസ്ലിമല്ല. അയാളിങ്ങനെ നോക്കുന്നത് എന്ത് പടിയാണ് ഇത് പഠിക്കുണ്ടോ ഒരു കണക്ക്. അയാൾക്ക് തോന്നിയതിന് മതിയായി ഉണ്ടാവില്ല. അപ്പൊ അയാള് പറഞ്ഞു കുറച്ച് ചോറിട്ട് കൊടുത്താൽ പാത്രം ഓട്ടാണ് അത് പഠിക്കാതെ പഠിക്കും. അപ്പൊ മുളവാന്ന് പറഞ്ഞു വേണ്ട മതിയായി. എന്ത് പിന്നത്തെ ഇങ്ങനെ പഠിക്കും? അയാൾ മുസ്ലിം അല്ല, അയാൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അയാൾ മുളവാന്ന് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. കയ്യൊക്കെ എന്തെങ്കിലും വിളിച്ചു വരും. നിങ്ങൾ എവിടെയാണ് സ്ഥലം, എന്താ പേര്? എന്നിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിമാണ്, ഞാൻ പിൻപറ്റുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ. ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഉമറുൽ ഫാറൂഖിന്റെ ഒരുപാട് വാക്കുകളിൽ ഒന്നാണ് കുറെ വിഡ്ഢികൾ ഇവിടെ ഒരുമിച്ച് കൂടി എന്ന് കരുതി എന്റെ പ്രേമഭാജനമായ പ്രവാചകന്റെ സുന്നത്ത് ഒഴിവാക്കണമെന്നാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്? ഒന്ന് നോക്കൂ, ആ മനുഷ്യന്റെ മനസ്സിൽ പ്രവാചകനോടുള്ള ആദരവ്. ഉമറുൽ ഫാറൂഖിന്റെ ഒറ്റ വാക്കിലൂടെ ആ മനുഷ്യൻ അവിടുന്ന് മുസ്ലിമായിട്ടാ പോയത്. അറിയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചത് കണ്ടിട്ട് ഒരാൾ മുസ്ലിം ആവുന്നുണ്ട്. നമ്മള് ഭക്ഷണം കഴിച്ചു കൊടുത്ത ബദർ യുദ്ധം കഴിഞ്ഞു പോയി. ഇതെവിടെയുള്ള പ്രവാചകന്റെ ചര്യാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തായി വേറെ തകരാൻ നിങ്ങളെ കുറ്റം, നിങ്ങൾ കുറ്റം കൊണ്ട് കാര്യമില്ല. ഈ സുന്നത്തിന് നമ്മളെ മൊയ്യാമാര് വെച്ചൊരർത്ഥം വലക്കമലർത്ഥം എന്താണെന്നറിയോ? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും. ചെയ്ത് ബുദ്ധിമുട്ടാണ്ട് ആവശ്യമില്ലല്ലോ. സുന്നത്തിന്റെ കുറച്ച് നിർവചനാണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ഉപേക്ഷിച്ചാൽ ഓന്റെ കഥ എടുക്കാണ്ടോ. അപ്പൊ നമ്മൾ ദൂരസ്കരിച്ചല്ലോ, ആ ദൂരസ്കാരല്ലേ അള്ളാഹു പരിശോധിക്കുക. പരലോകത്ത് ആദ്യമായിട്ട് അമലിന്റെ കൂട്ടത്തിൽ ഏതാ പരിശോധിക്കുക? നമസ്കാരമാണ്. ഫർദ് നിസ്കാരത്തിൽ ന്യൂനത ഉണ്ടെങ്കിൽ മലക്കൾ അള്ളാഹിനോട് പറയും ഈ ചങ്ങായിന്റെ ദുഹൂറിന്റെ കഥ എടുക്കാനില്ല. അപ്പൊ അവൻ എന്താ പറയാ? ഓർക്ക് സുന്നത്ത് നിസ്കാരം ഉണ്ടോ നോക്കി. എന്നിട്ട് എന്ത് പറയും? ആ സുന്നത്ത് നിസ്കാരം കൊണ്ട് ഫർദിലെ ന്യൂനത പരിഹരിച്ചിട്ട് ഇവനെ സ്വർഗത്തിൽ പറഞ്ഞേക്കണം. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകാൻ കാരണം ഫർദാണോ സുന്നത്താണോ? സുന്നത്താണ്. വേറെ ഇഷ്ടം വന്നു ഓൻ ഈ നിർവചനം പഠിച്ചവനാണ്. അതുകൊണ്ട് ഓൻ ആദ്യം ഇടങ്ങറൊന്നും നിന്നില്ല, ദൂരത്ത് വെച്ച് പോയതാ. ഓന്റെ ദൂരസ്കാരത്തിൽ കുഴപ്പമുണ്ട്, പരിഹരിക്കാൻ സുന്നത്തില്ല, അപ്പനെ നരകത്തിൽ പറഞ്ഞേക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ പോയത് ദൂരസ്കരിച്ചിട്ടാണോ ദൂര സുന്നത്ത് സ്കരിച്ചിട്ടാണോ? ഇത്ര പ്രാധാന്യമുണ്ട് സുന്നത്തിന്. ഫർദിൽ വന്ന ന്യൂനത പരിഹരിക്കുന്ന സുന്നത്തുകളെ കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നത്ത് മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് പറയും. യാത്രയിലാവുമ്പോ ചിലപ്പോ ചില ഫർദിന്റെ സുന്നത്തോ അത് യാത്രക്കാരന് സുന്നത്ത് ഒഴിവാക്കാൻ അനുവാദമുണ്ട് നമ്മളെ പഠിപ്പിക്കാനാണ്. അവിടെ ഈ സുബീന്റെ സുന്നത്ത് ഒഴിവാക്കിയില്ലല്ലോ, തഹജ്ജുദ് ഒഴിവാക്കിയില്ലല്ലോ. എന്താ കാരണം? ഫർദിൽ വന്ന ന്യൂനത പരിഹരിക്കുന്ന സുന്നത്തുകളെ കണ്ടോ. ഒന്നും അള്ളാഹുവിലേക്ക് അടുക്കൽ ഫർദിലൂടെ അല്ല, സുന്നത്തിലൂടെയാണ്. അതാണ് മുഹമ്മദിൻ റസൂലൻ. പ്രവാചകന്റെ ചര്യ ആർക്കും വേണ്ട, പ്രവാചകന്റെ ചര്യ വേണ്ട. ആ ചര്യ ഓരോ വിവാഹത്തിന് പ്രവാചകന്റെ ചര്യാണ്. നമ്മൾ മൈലാഞ്ചി കല്യാണം പ്രവാചകന്റെ ചര്യാണോ? മഞ്ഞൾ കല്യാണം പ്രവാചകന്റെ ചര്യാണോ? ഡ്രസ് കോഡ് ഇസ്ലാമികമാണ്. വിവാഹത്തിന്റെ പേരും പറഞ്ഞ് ഞാനൊരിക്കൽ കണ്ണൂരിൽ നിൽക്കാതെ എപ്പോഴും ഞെട്ടൽ മാറിയില്ല. നമ്മളിങ്ങനെ അന്തല്ലാതെ പ്രസംഗിച്ച് ബേക്കോട്ട് നോക്കി കറുത്ത കുറച്ച് കെട്ട പേര്
ഒരു കാഴ്ച, കുറെ കറുത്ത കുപ്പായിട്ട മനുഷ്യന്മാരെ പെട്ടെന്ന് അപ്പൊ നോക്കുമ്പോ ഡ്രസ് കോഡാണ് അത്ര. ഈ ചങ്ങായി വാങ്ങിക്കൊടുത്തതാ. എന്നിട്ട് ഓൻ ആ സ്റ്റേജ് വന്ന ബാറക്കല്ലാഹു, ഏത് ബാറക്ക? വിവാഹ രംഗത്തെ ധൂർത്തും പൊങ്ങച്ചവും ആർഭാടവും എവിടെ എത്തി നിൽക്കുന്നു സഹോദരങ്ങളെ? ഒരു കല്യാണം കഴിയുമ്പോഴത്തേനെ ആ കുടുംബത്തിലെ വേരും വള്ളിയൊക്കെ അടുത്ത് പെരുമാറി 2-3 ദിവസം അവിടെ നിന്ന് കുടുംബം കണ്ട് അടുക്കുമ്പോഴോ വീട്ടിൽ നിന്ന് കല്യാണം നമ്മൾ എങ്ങോട്ടാക്കി? ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റി. വന്നവനാണ് വരക്കാരനും അറിയില്ല, വരക്കാരനാണ് വന്നവരും അറിയില്ല. ഞമ്മക്കൊക്കെ പോയി മറ്റ ചോറിന് കുടുങ്ങിയാൽ ആര് കയറിയാൽ മതി, ആരും അറിയില്ല. വിവാഹം അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് നടത്തുമ്പോ എന്താ? ഓരോരുത്തരെ സ്വീകരിച്ച് കഴിക്കാം. അപ്പൊ ഒരു 2 മാസം മുമ്പേ നെല്ല് നോക്കാനും ഉള്ളി എരിയാനും വീട് വൃത്തിയാക്കാനും കുടുംബക്കാർ, പന്തല്ലാര അയലക്കാര്, അവിടുന്ന് മോള, ഇവിടുന്ന് ഓല, അവിടുന്ന് കസേര. 3 വീടൊന്നായോ? 3 വീടൊന്നായോ? ഉണ്ടോ? ഇല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. ഇസ്ലാം അനുസരിച്ച് എന്റെ എല്ലാ കാര്യം അള്ളാന്റെ ദീനിൽ എങ്ങനെ പറഞ്ഞത് അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? ആവണം. അപ്പോഴേ ഈമാൻ പൂർത്തിയാവും. അപ്പോഴേ നമ്മൾ ആദർശ രംഗത്ത് വളരും. ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് യാത്ര പോയ സ്വഹാബികൾ എല്ലാ നാട്ടിലും മുസ്ലിമായിട്ടാണ് ജീവിച്ചത്. അവരുടെ ഒരു മത നിയമത്തെയും അവർ ലംഘിച്ചില്ല. പ്രവാചകന്റെ ഒരു ചര്യയും മറന്നില്ല. അള്ളാനെ മറന്നവർ ജീവിച്ചതുമില്ല. നമുക്ക് രാവും പകലും വ്യത്യാസമുണ്ട്. പകല് ചെയ്യാൻ പഠിക്കുന്നത് രാത്രി ചെയ്യും. അങ്ങാടിന്ന് ചെയ്യാൻ പഠിക്കുന്നത് അടുക്കളയിൽ ചെയ്യും. കൂട്ടമായിരിക്കുമ്പോ ചെയ്യാൻ പഠിക്കുന്നത് ഒറ്റയ്ക്ക് ചെയ്യും. സ്വന്തം നാട്ടിൽ നിന്ന് ചെയ്യാൻ പഠിക്കുന്നത് വേറെ നാട്ടിൽ പോയാൽ ചെയ്യും. അള്ളാന്റെ മുമ്പിലല്ല ജീവിക്കുന്നത്, ജനങ്ങളുടെ മുമ്പിലാണ്. അത് അള്ളാന്റെ മുമ്പിലാണ്. അതാണ് ഇഹ്സാൻ ഞാൻ നേരത്തെ പറഞ്ഞത്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്നു, നിങ്ങളെ കിണർ പരിശോധിച്ചു. അവര് പറഞ്ഞു, ഈ കിണറിലെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കണ്ട, ഭക്ഷണം പാകിക്കാനും പറ്റില്ല, കുളിക്കാനും അതുപോലെ തന്നെ ഡ്രസ്സ് അലക്കാനൊക്കെ എടുത്തോടി എന്ന് ഒറ്റ വട്ടം പറഞ്ഞാൽ പിന്നെ ആ കിണറിന് ഒരു തുള്ളി വെള്ളമോ നമ്മളോ നമ്മളെ മക്കളോ നമ്മളെ വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാർക്കോ കൊടുക്കൂല. പക്ഷെ അള്ളാഹ് നിരോധിച്ച കാര്യം സുഖമായിട്ട് എപ്പോഴെങ്കിലൊക്കെ കുട്ടികളല്ലേ നമ്മൾ ബന്ധം പറയണം. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നറിയിപ്പിലുള്ള വില അള്ളാന്റെ മുന്നറിയിപ്പിലില്ലെങ്കിൽ എങ്ങനെയാ? റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ നമ്മൾ പറയാം. അതുകൊണ്ട് ഈ ആദർശ രംഗത്തുള്ള തളർച്ച മാറണം. ഇബാദത്ത് ചെയ്യാൻ മടി. എന്താ കാരണം? ഇബാദത്ത് ചെയ്ത് മടുക്കുക. എന്താ കാരണം? ഇബാദത്ത് നിർവഹിക്കല്ല വേണ്ടത്, ആസ്വദിക്കാൻ വേണ്ടത്. നമസ്കാരം നിർവഹിക്കാൻ അല്ല പറയുന്നത്, നമസ്കാരം ആസ്വദിക്കാൻ. അതുകൊണ്ടാണ് ബിലാൽ റളിയല്ലാഹുവിനോട് ബാങ്ക് വിളിക്കാൻ വേണ്ടി പ്രവാചകൻ പറയുമ്പോ നമ്മളാണ് ഇപ്പൊ 100 ബാങ്ക് കൊടുക്കാനായി നിൽക്കുക. പള്ളിയിൽ ബാങ്ക് കൊടുക്കണം, നമ്മുടെ നാട്ടിലില്ല. നമ്മളൊരാൾ ബാങ്ക് കൊടുക്കാം, അവിടെ ബാങ്ക് കൊടുത്താൽ നിസ്കരിച്ചാണെങ്കിൽ ആര് കഴിഞ്ഞിട്ടോ നമ്മൾ പോയില്ല. ഒരേ പോലെ വെറുതെ ഇങ്ങനെ കൊള്ളാടിക്കിടന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാൻ പറയുന്നത് അരിഹനായ ബിലാലെ ഞങ്ങളുടെ മനസ്സിന് കുളിർമ കൊണ്ട് ബാങ്ക് വിളിക്കുന്നല്ലോ അറിയാം. അരിഹനായ ബിലാൽ, അത് കേൾക്കുമ്പോ ഒരു കുളിർമ. നമുക്കോ ബാങ്ക് കൊടുത്തത് സമയം സമയം പോലെ ദിവസം പെണ്ണുങ്ങളാണ് വടച്ചറപ്പേ ചോറിന് അരിയിട്ടില്ല. 3 ഉച്ചക്ക് വരെ ആ വർത്താനം പറഞ്ഞിട്ടാണ് ഓക്ക് അരിയിടണം. ഓല വിചാരത്തെ അരിയിടാൻ ഒച്ചയാണ്. ആലോചിച്ചിട്ടുണ്ട്. അരിഹനായ ബിലാൽ. നിങ്ങൾ നോക്കൂ, സൂറത്ത് തൗബ 111-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ചു. അത്ഭുതപ്പെട്ടു. 110-ാമത്തെ ആയത്തിൽ അത് എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു ശരീരവും സമ്പത്തും ഇങ്ങോട്ട് വാങ്ങുന്നു, സ്വർഗം അങ്ങോട്ട് കൊടുക്കുന്നു. 111-ാമത്തെ ആയത്തിൽ എന്താ പറഞ്ഞതറിയോ? ഇങ്ങനെ ശരീരവും സമ്പത്തും ആട്ട് കൊടുത്ത് സ്വർഗം ഇങ്ങോട്ട് വാങ്ങിയ മനുഷ്യന്മാരെ അടയാളം പറയാം. ഒന്ന് അത്താഇബൂൻ, അവർ പശ്ചാത്തപിക്കുന്നവരാണ്. അൽ ആബിദൂൻ, ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. അൽ ഹാമിദൂൻ, അല്ലാഹുവിനെ സ്തുതിക്കുന്നവരാണ്. അടുത്ത വാക്ക് എന്താ അറിയോ? അസ്സാഇഹൂൻ. എന്താ അർത്ഥം? നോമ്പുകാർ എന്നാണ് പരിഭാഷ. ആ വാക്കിന്റെ അർത്ഥം ടൂറ് പോകുന്നവർ എന്നാണ്. സിയാഹത്ത് എന്ന അറബി ഭാഷ അർത്ഥം ടൂറിസം എന്നാണ്. നോമ്പിനെ പറ്റി അള്ളാഹ് പറയാം, ടൂറ് പോവുകയാണ്. ടൂറ് എത്ര സന്തോഷം, ആസ്വദിക്കലല്ലേ നമ്മൾ. നമ്മളെ മക്കൾ നാളെ ടൂറ് പോകണമെന്ന് രാത്രി ഏറ്റവും ഉറങ്ങും. ആ ബാഗ് ഇത് എടുത്തേക്കുന്ന പണിയല്ലേ ഉണ്ടാകുക. എന്താണ് ടൂറ് പോവുകയാണ്, എന്തോ ഒരു ആവേശം രാവിലെ കുളിക്കും. സാധാരണ കുളിക്കാൻ പറഞ്ഞാൽ കേൾക്കാത്ത കുട്ടികൾ ഒരു ഒറ്റ പോയി എന്താ ടൂറ് പോവുകയാണ്.
ഓരോ മൂവ്മെന്റിലും ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ മുമ്പ് വിടും. ടൂറ് പോകണം. അതേ പദമൊക്കെ ഉപയോഗിച്ചത് നോമ്പിന്. ഞമ്മക്ക് ആർക്കെങ്കിലും നോമ്പ് ടൂറായി തോന്നിയ എന്ത് ടൂറ് വളരെ വെച്ച് ഇങ്ങനെ അന്നാതെ ഒത്തിരിക്കാന്നല്ല. നോമ്പ് നോറ്റ പേരും പറഞ്ഞ് വെയിൽ കൊള്ളോളം ഇങ്ങനെ ഇരിക്കുക. ചിലവര് പള്ളിയിൽ പോണ റോട്ടുമേൽ വെള്ളം പറഞ്ഞില്ല. എങ്ങനെ നേരെ നേരല്ല പോവുക. ഏഴേ തണലുണ്ടെന്ന് നോക്കി വലിയ ടവലൊക്കെ ഇട്ട് എന്താ നോമ്പ്, എന്ത് നോമ്പ്? നോമ്പ് നിർവഹിക്കുക, തറാവീഹ് നിർവഹിക്കുക. അതുകൊണ്ടാണ് ഓരോ 10 ആള് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറാവീഹ് എങ്ങനെയാ റസൂലുള്ള 3 ദിവസമാണ് അത്ര ഇത് ജമാഅത്തായി നിസ്കരിച്ചത്. ആ 3 ദിവസം നിസ്കരിച്ചപ്പോൾ ഒരു റക്അത്തിൽ ഓതിയത് 5 ജുസ്ആ. നിങ്ങൾക്ക് ധൈര്യം പറ്റും ജനങ്ങാടി പള്ളി ഇന്ന് രാത്രി ഏതായാലും ഇന്നത്തെ അതുപോലെയായിട്ടെന്നാ തറാവീഹ് ഒരു റക്അത്തിൽ 5 ജുസ് ആ തോതിയാട് നിസ്കരിച്ചാൽ പിന്നെ മൂത്രയ്ക്കാൾ കുട്ടി പള്ളി കയറില്ല. എന്താ പറയാ വാടച്ചാറേ ഞാനാണ് കരുതാത്ത മനുഷ്യനെ കൊല്ലണ നിസ്കാരാണ്. ആ 5 ജുസ് ഓതുന്ന സ്ഥലം റുക്കൂയിൽ നിന്നാൽ പൊന്നാര തെങ്ങാന്മാരെ മുട്ടുകാരെ കൊണ്ടുപോയി എത്തി അങ്ങോട്ട് പറയും. എങ്ങനെ അവർക്ക് സാധിച്ചത്? നിർവഹിച്ചതല്ല, ആസ്വദിച്ചതാ. മൊബൈൽ എടുത്ത് നോക്കി കാണിച്ചരാ, അല്പം കാണിച്ചരാ. മൊബൈൽ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കി ഒരു വൈകുന്നേരമാണ് അറിയോ ഇല്ല. എന്താ കാര്യം? ആസ്വദിക്കുക, മറ്റേത് നിർവഹിക്കുക. സ്വഹാബികൾ നിർവഹിച്ചതല്ല, ആസ്വദിച്ചതാ. അവർക്ക് മതിയായില്ല, കാലിൽ നീരുകൾ. നിങ്ങൾക്കറിയോ ആ സുജൂദ് റുകൂവിൽ കിടക്കണ അത്ര സമയം, എത്ര 5 ജുസ് ഓതുന്ന സമയം സുജൂദിൽ. അത് പിന്നെ സുഖം അങ്ങനെ കിടക്കുകയാണല്ലോ. ഞാനൊക്കെയാണെന്നാ ബേക്കിൽ എന്ന് വെച്ചാൽ പിന്നെ അത്തായത്തിന് മോനെ എണീച്ചാൽ അത്തായത്തിന് തറാവീഹ് കേൾച്ചോനാ ഊർക്കം വലിച്ച്. നിർവഹിക്കണം, അല്ല ആസ്വദിക്കണം. എല്ലാ അടിച്ചു വീശുന്ന കാറ്റ് പോലെ സ്വലഭ ചെയ്തു ആസ്വദിച്ചതാ. കൊടുത്തിട്ട് നമുക്കെന്തൊരു ആസ്വാദനം ഉണ്ടോ? നമുക്ക് കിട്ടിയാൽ ആസ്വാദനം. ഒരാളിന്റെ കയ്യിൽ 10 രൂപ വെച്ചെന്നാൽ ഞാൻ ഇങ്ങോട്ട് കിട്ടുകയാണ്, അങ്ങോട്ട് കൊടുക്കുന്ന ആൾ ആസ്വദിക്കല്ലോ ഇല്ല. എന്നിട്ടോ ചില മനുഷ്യന്മാരെ വീട്ടില് കോളിംഗ് ബെല്ല് മാത്രം കേട് റമദാനില് അതിന്റെ വയറെന്തോന്ന് വലിച്ചാള എന്നാ പിന്നെ അത് കൊണ്ടൂല. ആ അടിച്ചു കുത്തി 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 മനുഷ്യന് മതിയാവുമല്ലത്. അപ്പൊ പോണൊക്കെ ജനം നോക്കിയിട്ടുണ്ട്. ഓടും ഇങ്ങനെ കുത്തി 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 എന്താ കാരണം? കൊടുക്കുക എന്നുള്ള അപകട. റസൂലുള്ള അടിച്ചു വീശുന്ന കാറ്റ് പോലെ ഔദാര്യവാനായി. എല്ലാ ദിവസവും പ്രവാചകൻ ഒരു ഖുർആൻ മുഴുവൻ ഓതി തീർത്തു. പറട്ടെ ആസ്വദിച്ചതാണോ നിർവഹിച്ചതാണോ? നമ്മൾ ഖുർആൻ എടുക്കുന്നത് പറഞ്ഞു അനസ്തേഷ്യ കൊടുത്താൽ മതി. ബോധം കെടുത്താൽ ഒരു സാധനം വേണ്ടതായിട്ട് എടുത്തു കൊടുത്താൽ ബോധം ഉള്ളോട്ടോളം വരില്ല. എന്താ കാര്യം? ആസ്വദിക്കല്ല, നിർവഹിക്കുക. ഇതാണ് സ്വഹാബികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതാണ് റദീതു ബില്ലാഹി റബ്ബൻ വബിമുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. ഞാൻ അവസാനിപ്പിക്കാം. എന്താണ് പരിഹാരം? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായി മാറണം. സ്വർഗത്തിന്റെ വലുപ്പം എത്ര മനസ്സിൽ വളരോ അതനുസരിച്ച് സ്വർഗം കിട്ടാൻ ചെയ്യേണ്ട പ്രവർത്തനത്തിന്റെ പ്രയാസം കുറഞ്ഞ് 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 കുറഞ്ഞു വരും. നരകം എത്ര വളരുമോ നരകത്തിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ അകന്നകന്നു പോകും. ഇതിന്റെ വളർച്ചയാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മനസ്സിൽ സ്വർഗമുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷെ ആ സ്വർഗം ഇമാം ഗസാലി പറഞ്ഞതുപോലെ ഒരു തുള്ളി വെള്ളം പോലെ. വെള്ളം ചോദിച്ചാൽ വെള്ളമുണ്ട്, ഇതെന്തിനും മതിയാവും, ഒന്നിനും മതിയാവില്ല. വെള്ളം ചോദിച്ചാൽ ഇല്ലാതെ പോകും, അത് വെള്ളമല്ലേ, വെള്ളമാണ്. പക്ഷെ മനുഷ്യന് കയ്യൊക്കെ മാത്രം വേണ്ടേ, അതിനുണ്ടോ? ഇല്ല. അതുപോലെയാണ് നമ്മുടെ മനസ്സിലെ സ്വർഗം. നമ്മെ നന്മ ചെയ്യിപ്പിക്കാനുള്ള പവർ ആ സ്വർഗത്തിനില്ല, സ്വർഗബോധത്തിനില്ല. നരകത്തെ പറ്റിപ്പോൾ നിങ്ങൾക്കാണ്. എന്റെ നാട്ടിൽ ചങ്ങായി ഒരു 10, 50, 60, 62 വയസ്സുണ്ട്. ഭയങ്കര കുടിയനാണ്. കോഴിക്കോട് ടൗണിൽ എവിടുന്നോ കുടിച്ച് റോഡ് സൈഡിൽ തുണിയൊക്കെ പോയി കിടക്കുക. ഒരു മനുഷ്യൻ ബാപ്പയാണ്, 3-4 മക്കൾ. ഞങ്ങളുടെ നാട്ടിലെ 2 കുട്ടികൾ ബസ് അനുഭവിക്കുക. ബാപ്പാണല്ല കിടക്കുന്നത്. വേഗം പോയി തുണി കൊടുത്തു. എന്നിട്ട് നല്ല 2 കയ്യും കാലും പൊതിച്ച് വാട്ടർ അതോറിറ്റിന്റെ പൈപ്പിന്റെ ചോട്ടിൽ വെച്ചിട്ട് പൈപ്പ് ഇങ്ങനെ പൊന്തിച്ച് പിടിച്ച് കുറേ സമയം തലന്റെ പോകും. കുറെ വെള്ളം വീണപ്പോ ഉപരി മനസ്സിലായി എന്തോ നടക്കുന്നുണ്ട് ഇവിടെ. കണ്ണ് തുറന്നു നോക്കുമ്പോ കാണുന്നത് ഈ കുട്ടികൾ തെളിഞ്ഞ് കുത്തിരുന്നപ്പോ ഈ കുട്ടികൾ പൊള്ളിച്ച തന്ത കുടിക്കാൻ പൊരേന്ന് കുടിച്ചു. ഞങ്ങളെ പുറത്തെ മക്കളുടെ കൈറ്റ് പുറത്ത് ഞാൻ അന്നീ പറയാൻ ചീത്ത ബാക്കിയില്ല. മൂപ്പരുമുണ്ട തെറ്റാണല്ലോ അതൊക്കെ. ഈ ചീത്ത പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഒരു കുട്ടി ചോദിച്ചു, അന്റെ കാക്കൻ അമ്മൊക്കെ സ്വർഗത്തിൽ കൊണ്ടേ പോണ്ടേ തീറ്റ കഴിയും. ഇത് പാത്രമില്ലാത്തവരാരും ഉണ്ടാവില്ല. ഓൻ എഴുന്ന വലിയ നാള് ചാമ്പ് മുക്കിയെടുത്തതാ, കുടിച്ചാൽ മുക്കിങ്ങളെടുത്തതാ, പഴംപൊരി പോലെ. എന്താ സഹോദരന്മാരെ? സ്വർഗം മനസ്സിലുള്ള അത് വളരണം. ഏതുപോലെ വളരണം?
ഞാൻ 2 ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ മദീന പള്ളിയിൽ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് നിസ്കരിച്ച് പ്രവാചകനെ സന്ദർശിച്ച് സലാമൊക്കെ പറഞ്ഞ് ഇതിട്ടൊന്ന് പുറത്തിറങ്ങിയിട്ട് 2.5 കിലോമീറ്റർ തൻഈം നമ്മൾ കുന്നുണ്ട്. ആ കുന്നിൽ നമ്മോടൊരു ചരിത്രം പറയാനുണ്ട്. നിസ്കരിക്കാൻ മടിയുള്ള, ഉറക്കം മാറ്റിവെച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്ത, ഉറക്കം മാറ്റിവെച്ച് സുബഹിക്ക് പള്ളിയിൽ പോകാൻ കഴിയാത്ത, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്ത, ഒരു മാസം കൊണ്ടെങ്കിലും ഖുർആൻ ഓതി തീർക്കാൻ സാധിക്കാത്ത, അള്ളാഹിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഒരു ദിവസം ഒരു 10 റുപ്യെങ്കിലും സദഖ ചെയ്യാൻ സാധിക്കാത്ത ആളുകളാണ് നിങ്ങൾ. നിങ്ങൾക്കൊരു ഉണർത്തുപാട്ട് തൻഈം എന്ന കുന്നിന്റെ മുകളിലുണ്ട്. 14 മുമ്പ് ഒരു ദിവസം രാവിലെ ഒരാൾക്കൂട്ടം എന്തോ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ആളുകളൊക്കെ അറിഞ്ഞോലെ ഓടുകയാണ്. എന്താ സംഭവം? 33 വയസ്സായ യുവാവിനെ പച്ചയായി കുരിശിൽ തറച്ചു കൊല്ലുകയാണ്. അത് കാണാൻ അപ്പാട്ട് മണ്ടിട് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു കൊന്നു. അദ്ദേഹത്തിന്റെ പേര് ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയാണ്. ബദറിൽ പങ്കെടുത്ത് ബദറിൽ കൊല്ലപ്പെട്ട ഒരുത്തന്റെ മക്കൾ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് വന്ന് പ്രതികാരം ചെയ്തതാണ്. അത് കാണാൻ ഈ ആളുകൾ തടിച്ചുപോയി. പറക്കമുറ്റാത്ത മക്കൾ, ഗർഭിണിയായ ഭാര്യ, വീട്ടിൽ ബാപ്പി വയസ്സായി നിൽക്കണേ. ആ കുടുംബത്തിന്റെ ഏക ആൺതരിയാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. ആലോചിക്കണം, ആ വീടിന്റെ 2.5 കിലോമീറ്റർ അകലെ വെച്ച് അദ്ദേഹം പരസ്യമായി കുരിശിൽ തറക്കപ്പെടുന്നു. ശരീരത്തിൽ അടിച്ച ആണിയുടെ ദ്വാരത്തിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ച് രക്തം ഇങ്ങനെ തന്നു തീർന്ന് ശരീരം ഇങ്ങനെ തളർന്ന് മരിക്കാൻ പോവാണ്. മരിക്കുന്നതിന് മുമ്പ് താൻ മരിക്കുന്നത് കാണാൻ തടിച്ചുകൂടി ആളുകളോട് അദ്ദേഹം 6 വരി പാട്ട് പാടിക്കൊടുത്തു. പാട്ട് പാടലപ്പെടാ സന്തോഷം ഉണ്ടാവപ്പെടാം, ഞമ്മക്ക് സന്തോഷം ഉണ്ടാവപ്പെടാ, കക്കൂസ് കുത്തിക്കപ്പെടാം. കാരണം ആടെ വേറൊരു ശല്യം ഉണ്ടാവില്ല. ചിലർ ആദ്യം ഇങ്ങനെ മുഴുങ്ങ, പുറത്തുനിന്ന് വന്ന് നൊലോടി ആവില്ല, പാട്ട് വരൂല. ولست بمبد في عدوي تخشعا ولا جازعا إني إلى الله مرجعي وذلك في ذات الإله وإن يشاء يبارك على أوصال شلب ممزعي. സഹീഹുൽ ബുഖാരിക്ക് ഒരുപാട് ആളുകൾ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആ എഴുതപ്പെട്ട വ്യാഖ്യാനത്തിൽ ഏറ്റവും സുപ്രസിദ്ധമായത് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയാണ്. ആ ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം ഈ പാട്ട് ഹൃദയസ്പർശമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. 33 വയസ്സായ സ്വപ്നവും പ്രതീക്ഷകളുമുള്ള ഒരു യുവാവ് അവസാനമായി പാടിയ പാട്ട് വലസ്തു ഉബാലി ഹീന ഉഖ്തല മുസ്ലിമ. മരണത്തോടുകൂടി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു അടിമയായി കൊണ്ടാണ് ഹുബൈബ് മരിച്ചു പോകുന്നതെങ്കിൽ എങ്ങനെ മരിച്ചാലും എവിടുന്ന് മരിച്ചാലും എനിക്ക് യാതൊരു പരാതിയുമില്ല. ആ മരണവേദനയെ, വിരഹവേദനയെല്ലാം മറികടക്കുന്ന ഒരു സ്വർഗബോധം അദ്ദേഹത്തിന്റെ മനസ്സിൽ പടച്ചെടുക്കാൻ നമ്മുടെ നേതാവിന് സാധിച്ചിരുന്നു എന്നതാണ് വസ്തുത. യുദ്ധക്കളത്തിൽ 2 കൈകൾ ഛേദിക്കപ്പെട്ടു എന്നാണ് അനസ്തേഷ്യ ഒട്ട് ഇങ്ങനെ മുറിക്കല്ല, വെട്ടിയാണ്ട് മുറുക്കി. ആലോചിച്ച് നോക്കി, ഇന്ത്യകളെയും കയ്യും കാലും വാളുകൊണ്ട് ഐരാത്തിയോട് വെട്ടിയാണ്ട് മുറിച്ചാൽ എന്താ വേദന? മൂക്ക് മുറിച്ചു, എന്താ വേദന? ചെവി 2 ഇങ്ങനെ മുറിച്ചെടുത്ത് ജീവനുള്ള മനുഷ്യനാണിത്. ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എത്രയെന്ന് ആലോചിക്കുന്നത്. ഇനി വേറൊരാള് തലയും കരുത്തും മാത്രമാണ്. ആ ഉടലിൽ നിന്ന് തല വേർപെടുത്താൻ ശത്രു വാളോങ്ങിയപ്പോ ഒന്ന് കാർക്കിച്ച് തുപ്പാൻ പോലും കഴിയാത്ത ഈ സ്വഹാബി ഈ യോദ്ധാവിനോട് പറഞ്ഞ വാക്കുകൾ, യോദ്ധാവിന്റെ കൈകൾ തളർന്നുപോയി, അയാൾക്ക് വട്ടാൻ സാധിച്ചില്ല. ഞാൻ തൗഹീദുള്ള ഒരു മനുഷ്യനായി ജീവിക്കുന്നത് കൊണ്ടാണ് താങ്കൾ എന്നെ വെട്ടി നുറുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റുപറ്റിയത്. എന്താ കാര്യം? എന്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീഴുന്ന ഓരോ തുണ്ട് മാംസത്തിനും ഓരോ തുള്ളി രക്തത്തിനും പകരം അള്ളാന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് എന്നെ കാത്തു നിൽക്കുന്നത്. ആ പ്രതിഫലത്തെ പറ്റിയുള്ള വലിയ പ്രതീക്ഷകൾ ഏതെങ്കിലും ഒരു ബാബിനിക്ക് കണ്ടെത്താനും നിർണയിക്കാനും കഴിയാത്ത ഈ ശാരീരിക മാനസിക വേദനയെ മറികടക്കാൻ കഴിയുമെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ വളർത്തിയെടുക്കാൻ സാധിക്കണം. കള്ള് ഹറാമാക്കിയപ്പോ അള്ള വിരോധിച്ചത് ചെയ്ത നരകത്തിലാണ് കൊണ്ടുവരും. സൂറത്തുൽ താഹ ആയത്ത് നമ്പർ 74. ഇന്നഹു മൻ യഖ്തി റബ്ബഹു മുജ്രിമ ഫഇന്ന ലഹു ജഹന്നമ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ.
നിങ്ങൾ പാപവുമായിട്ടാണ് പരലോകത്ത് വരുന്നതെങ്കിൽ നേരെ നരകത്ത് കാണുപോണ്ടി വരും. അള്ളാഹ് വിരോധിച്ചതാണ്, വേണ്ട. ഫന്തഹൈനാ യാ റസൂലല്ലാഹ്. ഇതാണ് ആദർശരംഗത്തെ വളർച്ച. ഇവിടെയാണ് നമുക്ക് തളർച്ച പറ്റിയിട്ടുള്ളത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ റമദാൻ എന്ന മാസം കൊണ്ട് ഇബാദത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ഇഅ്തികാഫിലൂടെ, സ്വതഖയിലൂടെ, ദുആയിലൂടെ സാധിക്കണം സഹോദരങ്ങളെ. അങ്ങനെയുള്ള ദിവസങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ,